الله وبركاته. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبد الله ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد سيد الأنبياء والمرسلين المبعوث إلى كافة الخلق أجمعين ليخرجهم من الظلمات إلى النور وعلى آله وأصحابه وعترته أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولي الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال نبينا وسيدنا محمد صلى الله عليه وسلم: فضل عائشة رضي الله تعالى عنها كفضل الثريد عند سؤال سبات وفاة المصطفى خيرن فاخترن النبي المقتفى عائشة وحفصة وسودا صفية ميمونة ورملا هند وزينب كذا جويريا للمؤمنين أمهات المرضية. ആദരണീയരും അഭിവന്ദരുമായ മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകന്മാരെ, പ്രേക്ഷകരും പ്രബുദ്ധരുമായ രക്ഷിതാക്കളെ, സ്നേഹധന്യരായ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ മാസത്തിലെ ഈ വർഷത്തെ രണ്ടാമത്തെ മതബോധന വേദിക്ക് സാക്ഷിയാവുകയാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു മജ്ലിസായി അല്ലാഹു ഇതിനെ കബൂൽ ചെയ്ത് ഈ സദസ്സിൽ വന്ന ഓരോ ആളുകൾക്കും ഈ സദസ്സിൻ്റെ വേർപാട് ഘട്ടത്തിൽ ആത്മീയമായ ഒരനുഭൂതി
അനുഭവിച്ചുകൊണ്ട് മനസ്സിൻ്റെ ഭാരം കുറച്ചുകൊണ്ട് നമ്മുടെ ഈ സദസ്സ് വിട്ട് പിരിയാൻ പടച്ച തമ്പുരാന്റെ അടുക്കൽ നമ്മൾ എത്തുമ്പോൾ അമൂല്യമായി നമ്മുടെ ആയുസ്സിൽ അല്ലാഹു കണക്കാക്കി തന്ന നിമിഷങ്ങളെ പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച കൂട്ടത്തിൽ നമ്മുടെ ഈ സദസ്സിലെ സമയവിനിയോഗത്തെ അല്ലാഹു തആല സ്വീകരിക്കുകയും കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും സകല ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഇത്തരം സദസ്സുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇൽമു പഠിക്കുക എന്നുള്ള ഏറ്റവും നല്ല ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ട്. അതിനപ്പുറം കൂട്ടമായിരുന്നു കൊണ്ട് നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മാനെക്കുറിച്ച് ഓർക്കാൻ, വാപ്പാനെക്കുറിച്ച് ഓർക്കാൻ, പലരുടെയും ഭാര്യമാരെക്കുറിച്ചും ഭർത്താക്കന്മാരെക്കുറിച്ചും നമ്മളിൽ നിന്ന് നേരത്തെ നാട് നീങ്ങിയ നമ്മുടെ മുൻഗാമികളെക്കുറിച്ച് ഓർക്കാനും അവർക്ക് വേണ്ടിയൊക്കെ ഒരു പ്രാർത്ഥന എത്തിക്കാനും കൂടിയാണ് നമ്മൾ റമളാൻ മാസത്തിൻ്റെ നോമ്പനുഷ്ഠിച്ചുകൊണ്ടുള്ള ഇൽമിൻ്റെ ഇത്തരം സദസ്സുകളിൽ സംഗമിക്കുന്നത്. അല്ലാഹു തആല പിതാക്കൾ മരണപ്പെട്ട ആരൊക്കെ ഈ സദസ്സിലുണ്ടോ, മാതാക്കൾ മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ, അവരുടെ എല്ലാവരുടെയും ബർസഖി ജീവിതത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ എത്തിച്ചു കൊടുക്കുകയും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ ദോഷങ്ങൾക്ക് അല്ലാഹു തആല ഇളവ് നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗസംബന്ധമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിചയക്കാരിലും നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മളോട് പലപ്പോഴായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് സഹായങ്ങൾ നൽകിയവരിലും നമ്മളെ സ്നേഹിക്കുന്നവരിലും പഠിക്കുന്ന കാലം മുതൽ ഞാനടക്കമുള്ള ആളുകൾക്ക് പഠനം മുതൽ നാളിതുവരെ തുടർന്നുള്ള ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനെ സ്നേഹിച്ചുകൊണ്ട് അന്നം വിളമ്പുന്ന എത്രയോ കൈകളിലും സദസ്സിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫയാക്കി ശേഷിക്കുന്ന പുണ്യകരമായ ദിനരാത്രങ്ങളെ പരിപൂർണമായ ആരോഗ്യത്തോടെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കും അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദി ആയിഷ മഹിളകൾക്ക് മാതൃക എന്ന ചിന്തനീയമായ ഒരു വിഷയം വിശിഷ്യ സ്ത്രീ സമൂഹത്തിന് ധാരാളം പാഠങ്ങൾ നൽകി സമൂഹത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന മഹദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അനന്തമായ ചരിത്രങ്ങളുടെ ഏടുകളിലൂടെയുള്ള ഒരു എത്തിനോട്ടം മാത്രമാണ് ഇന്നത്തെ വിഷയം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പേര് പറഞ്ഞില്ലെങ്കിലും വ്യംഗ്യമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയെ സൂറത്ത് നൂറിൽ അവരുടെ മഹത്വത്തെ വർണ്ണിച്ചു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് തഹരീം അവതരിക്കുന്നത് തന്നെ മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഒരു വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണെന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. സൂറത്തുൻ നിസാഇന്റെ മനോഹരമായ വചനങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൻ നിസാഇന്റെ 43-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂന വലാ ജുനുബൻ ഇല്ലാ ബിരി സബീൽ ഹത്താ തഗ്തസിലൂ വഇൻ കുന്തും മർളാ വലാ സഫറിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിബി ഔ ലാമസ്തുമുൻ നിസാ ഫലം തജിദൂ മാഅൻ വതയമ്മൂ സഈദൻ തയ്യിബാ എന്ന് ഉൾക്കൊള്ളുന്ന വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ അശുദ്ധമായ ശരീരത്തെ എങ്ങനെയാണ് ശുദ്ധി വരുത്തേണ്ടത് എന്ന തയമ്മുമിൻ്റെ മസ്അല അത് ലോകത്തിന് സമർപ്പിതമാകുന്നത് മഹദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ഒരു ചിന്തനീയമായ ഒരു സംഭവത്തിലൂടെയാണ്.
ആ ഭാഗം വിവരിച്ചുകൊണ്ട് നിസാ സൂറത്തിന്റെ 43-ാമത്തെ വചനത്തിലും സൂറത്തു നൂറിലും സൂറത്തു തഹ്രീബിലുമെല്ലാം അല്ലാഹു തആല സമൂഹത്തിന് അനുഗ്രഹമായി അവതരിപ്പിച്ച മഹദിയാണ് മഹദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആ മഹദിയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ എന്തിനാണ് റമദാൻ മാസത്തിലെ ദിനങ്ങളോളം നീണ്ടു നിൽക്കുന്ന മതബോധന വേദിയിൽ ആയിഷ ബീവിയെക്കുറിച്ചും ഖദീജ ബീവിയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അത് ഖുർആന്റെ ഒരു ശൈലിയാണ്. ഖുർആനിൽ പ്രധാനമായും ഖുർആൻ 3 പ്രമേയങ്ങളാണ് ലോകത്തിന് സമർപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 6000-ൽ പരം ആയത്തുകൾ 600-ൽ പരം പേജുകളിലായി അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ വിശുദ്ധ റമദാൻ. ആ റമദാൻ മാസത്തിൽ അല്ലാഹുവിന്റെ മഹത്വരമേറിയ വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ അധ്യാപനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഖുർആനിൽ എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഖുർആനെ നേരെ നമുക്ക് 3 ഭാഗങ്ങളായി വേർതിരിക്കാൻ കഴിയും. വേർതിരിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കാനും കഴിയും. അതിൽ 1/3 ഭാഗം ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് റബ്ബ്, പടച്ചവൻ, പടച്ച തമ്പുരാൻ ആരാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പ്രഭാത സമയങ്ങളിൽ നമ്മൾ ഓതിയാൽ പ്രദോഷം വരെ, വൈകുന്നേരം വരെ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പാപമോചനം തേടുന്ന, പൊറുക്കലിന് തേടുന്ന ചില വചനങ്ങൾ ഖുർആനിലുണ്ട്. സൂറത്തുൽ ഹസറിന്റെ അവസാന ഭാഗം പലപ്പോഴും ഈ സദസ്സുള്ള പലർക്കും അത് മനഃപ്പാഠമുണ്ടാകും. അത് മനഃപ്പാഠമാക്കൽ ഒരു മുസ്ലിമിന്റെ ഉമ്മത്തിന്റെ അനിവാര്യതയിൽപ്പെട്ടതാണെന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹസറിന്റെ അവസാന ഭാഗം ഏതാനും ചില ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി രാവിലെ അത് ഓതിക്കൊണ്ടാണ് നമ്മുടെ ഒരു ദിവസത്തിന്റെ ആരംഭം കുറിക്കുന്നതെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി നമ്മുടെ ദോഷം പൊറുക്കാൻ അല്ലാഹുവോട് തേടിക്കൊണ്ടിരിക്കും. ഇത് പറഞ്ഞത് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകുന്നേരം അത് നമ്മൾ വീണ്ടും ഓതിയാൽ നേരം പുലരുന്നത് വരെയും ആ മലക്കുകൾ അവരുടെ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി പാപമോചനം അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കും. ആ ആയത്തുകളെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഖുർആൻ നിത്യജീവിതത്തിൽ എന്ന ഒരു വിഷയം നമുക്ക് വരുന്നുണ്ട്. അന്നാണത് നിങ്ങളോട് കൃത്യമായി പറയേണ്ടത്. പക്ഷെ ഇപ്പൊ ഞാനത് സൂചിപ്പിച്ചത് ഖുർആനിന്റെ 1/3 പ്രമേയം അല്ലാഹുവിനെ പരിചയപ്പെടുത്തലാണെന്ന് പറയുമ്പോൾ ശ്രോതാക്കളായ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, ആ ആയത്തുകളെയൊക്കെ അല്ലാഹു ആരാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു തആല പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് തിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. അവിടുന്ന് അങ്ങോട്ട് നമുക്കറിയാം ഹുവല്ലാഹുല്ലദീ, ആരാണ് അല്ലാഹു. ഹുവ, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു, അല്ലാഹു അല്ലദീ, ആരാണ്. ലാ ഇലാഹ ഇല്ലാഹു, ഇബാദത്തിന് അർഹത അവന് മാത്രമേയുള്ളൂ, മറ്റൊന്നിന്റെ മുമ്പിലും ആരാധന നിർവഹിക്കരുത്. ആലിമുൽ ഗൈബി വസ്സഹാദ, അവൻ നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നതും പരസ്യമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൃത്യമായി അറിയുന്നവനാണ് എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ സ്വഭാവ ഗുണങ്ങളും വിശേഷണങ്ങളുമാണ് തുടർന്നുള്ള ആയത്തുകളിലൊക്കെ പറയുന്നത്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വസ്സഹാദ വർ-റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അല്ലേ, എത്ര മനോഹരമാണ്. അവിടെയൊക്കെ റബ്ബിനെങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിന്റെ നേരെ 1/3 ഭാഗം നമ്മൾ കൃത്യമായിട്ട് മാറ്റിവെച്ചാൽ അതിലുള്ളത് മുഴുവനും അല്ലാഹു ആരാണെന്ന് പരിചയപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആനിന്റെ 1/3 ഭാഗം
എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ ഒരു ഖുർആൻ പൂർണ്ണമായും ഓതിയ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് തന്നെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ആയിഷ, നിങ്ങൾക്ക് ഖത്തം തീർത്തുകൊണ്ടേ നിങ്ങൾ ഉറങ്ങാവൂ, ഓരോ രാത്രിയിലും ഒരു ഖത്തം ഓതി പൂർത്തീകരിച്ച് നിങ്ങൾ ഉറങ്ങാവൂ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ആകെ ബേജാറായി. ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെ ഒരു ഖത്തം ഓതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ആശങ്കപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ആ സംശയം ദൂരീകരിക്കാൻ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദ്യം ഉന്നയിച്ചപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് നബി പറഞ്ഞത്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നിങ്ങൾക്ക് മനഃപ്പാഠമില്ലേ? ഉണ്ട്. എന്നാൽ അത് ഖുർആനിന്റെ 1/3 ആശയത്തെ ഉൾക്കൊള്ളുന്ന സൂറത്താണ്. കാരണം അതിൽ അള്ളാഹിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്നതാണ്. അത് 3 തവണ ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഖുർആന്റെ 1/3 ഭാഗം അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അള്ളാഹു മാറ്റിവെച്ചിരിക്കുകയാണ്. ബാക്കി 2 ഭാഗം കൂടി ഉണ്ടല്ലോ. ആ 2 ഭാഗത്ത് എന്താണ്? ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഖുർആനിന്റെ ആ പ്രമേയങ്ങളിൽ ഒരു ഭാഗം അള്ളാഹു ആരാണെന്ന് അള്ളാഹുവിന്റെ അടിമകളെ പഠിപ്പിക്കലാണെങ്കിൽ, 2ാമത്തെ ഭാഗം ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മകനെ ആരായിരിക്കും അല്ലാഹു തആല നിഅമത്ത് ചെയ്തവർ? അന്വേഷണങ്ങൾ സൂറത്തു നിസായിലെത്തിയപ്പോ അതിന്റെ 69ാമത്തെ ആയത്തിൽ അല്ല പറയുന്നുണ്ട്, വമയ്യുതഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി ആരാണ് അല്ലാഹു തആല നിഅമത്ത് ചെയ്തവർ. മിനൻ നബിയ്യീൻ, പിന്നെ വസ്സദ്ദീഖീൻ വസ്സുഹദാ വസ്സാലിഹീൻ. സാലിഹീങ്ങൾ എന്ന് പറഞ്ഞതിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ അല്ലാഹു തആല നുബുവത്തൊന്നും ലഭിക്കാൻ അർഹതയില്ലാത്ത സ്ത്രീത്വത്തിൻ്റെ ഉടമ ഒരു പെണ്ണും നബിയല്ല. 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാരെയും അതിൽ 313 മുർസലുകളെയും അതിൽ 5 ഉലുൽ അസ്മുകളെയും ലോകത്തിന് സമർപ്പിച്ച സർവശക്തനായ അള്ളാഹു ഒരാൾക്ക് പോലും പെണ്ണിന് പ്രവേശം കൊടുത്തില്ല നുബുവത്തിൻ്റെ പദവിയിൽ. ഉണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോ? ഒരൊറ്റ ലഭിച്ചില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഒരു പെണ്ണ്, ശജാഹി എന്ന് പറയുന്ന ഒരു പെണ്ണ്, ഞാൻ നബിയാണെന്ന് പറഞ്ഞൊക്കെ വന്നിരുന്നു. അത് കപട നബിയാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരൊറ്റ ലഭിച്ചില്ല. അപ്പം പെണ്ണിനൊരു പരിധിയുണ്ട് അവരുടെ വളർച്ചക്ക്, അവളുടെ അധികാരത്തിനൊരു പരിധിയുണ്ട്. നുബുവത്ത് കൈകാര്യം ചെയ്യാൻ പെണ്ണിന് അർഹതയില്ലെന്ന് നുബുവത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പെണ്ണിനെ അവമതിച്ചു എന്നല്ല, പെണ്ണിൻ്റെ അവകാശങ്ങളും അതിർവരമ്പുകളും വരും നാളുകളിൽ വിഷയീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വരാനുണ്ടൊരു വിഷയം. ഇവിടെ പറയുന്നത് അല്ലാഹു തആല ഈമാൻ കൊണ്ട് തഖ്വ കൊണ്ട് നിഅമത്ത് ചെയ്തവർ 1 അമ്പിയാക്കന്മാരാണ്. വസ്സുദ്ദീഖീൻ, ആയിഷത്തു സുദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പിതാവ് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സുദ്ദീഖീങ്ങളാണ്. വസ്സുഹദാ, ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സുഹദാക്കളാണ്. അവരൊക്കെയാണ് അള്ളാഹു ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും നിഅമത്ത് ചെയ്തവർ. പിന്നെ ആരാണ്? വസ്സാലിഹീൻ, ഔലിയാക്കന്മാരാണ്. ആ സാലിഹീങ്ങൾ എന്ന് പറഞ്ഞതിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അമ്പിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഔലിയാക്കന്മാരെയും പരിചയപ്പെടുത്തിയിട്ട് ആ കൂട്ടത്തിൽ ഒരു പെണ്ണിന്റെ ജ്വലിക്കുന്ന സ്മരണ ഖുർആനിന്റെ ഒരധ്യായമായി ലോകത്തിന് സമർപ്പിച്ചത്. അള്ളാഹു അത് ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സ്ത്രീരത്വത്തിന്റെ ജ്വലിക്കുന്ന സ്മരണ ഖുർആനിന്റെ ഒരധ്യായമായി തുന്നിച്ചേർത്തു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഖുർആന്റെ 1-ാം അധ്യായം ഫാത്തിഹയാണെങ്കിൽ, 2 അൽ ബഖറയാണെങ്കിൽ, 3 ആലു ഇംറാൻ ആണെങ്കിൽ, 4 നിസാ ആണെങ്കിൽ, 5 മാഇദയാണെങ്കിൽ, 6 അൻആം ആണെങ്കിൽ, 7 ആറാഫ് ആണെങ്കിൽ, 8 അംഫാൽ ആണെങ്കിൽ, 9 തൗബയാണെങ്കിൽ, 10 യൂനുസ് ആണെങ്കിൽ, 11 ഹൂദ് ആണെങ്കിൽ, 12 യൂസുഫ് ആണെങ്കിൽ, അങ്ങനെ നമ്മൾ എണ്ണിപ്പോകുമ്പോ അതിന്റെ 19-ാമത്തെ അധ്യായം ഏതാ സൂറത്ത്?
സൂറത്ത് മറിയം അലൈഹിസ്സലാം. ഒരു ജ്വലിക്കുന്ന സ്ത്രീരത്നത്തിൻ്റെ ആധ്യാത്മികമായ സ്മരണ ഖുർആനിൽ നമ്മുടെ മുമ്പിൽ വിവരിച്ചു തരികയാണ്. ഒരു പെണ്ണിൻ്റെ പേരിൽ ഒരു സൂറത്ത്. അള്ളാഹു ആ മഹത്വവൽക്കരിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ മഹദിയുടെ പേരിൽ ഒരു സൂറത്ത് അള്ളാഹു ഖുർആനിൽ ചേർത്ത് വെച്ചു എന്നുള്ളത്. അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലേ? എല്ലാവരും ഒന്ന് ചൊല്ലു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നഹ് വഅഊദു ബിക മിനൻ നാർ. അപ്പോൾ ഒരു പെണ്ണിൻ്റെ ജ്വലിക്കുന്ന സ്മരണ. അപ്പോൾ അവരെ നമ്മൾ ഓർക്കണം നിസ്കരിക്കുന്ന സമയത്ത്. മറിയം ബീവിയെ ഓർക്കണം. അതിനപ്പുറത്ത് സൂറത്തു തഹരീമിൽ ആയിഷ ബീവിയുടെ കാരണത്താൽ അവതീർണമായ സൂറത്തു തഹരീം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ അതിൻ്റെ പാട്ട് 2 നാളെ നമുക്ക് അവതരിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ സൂറത്തു തഹരീമിൽ അതിൻ്റെ അവസാനത്തെ വചനങ്ങളിൽ അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നത് ഈമാൻ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന 2 മഹിളകളെയാണ്. അവരിൽ ഒന്നാണല്ലോ മറിയം അലൈഹിസ്സലാം, ഇന്നലെ നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് ആസിയ ബീവിയാണ്. അവരെയൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തുക. അപ്പോൾ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളിൽ 2ാമത്തെ പ്രമേയം മഹാന്മാരുടെ ചരിത്രം വായിപ്പിക്കലാണ് നമ്മളെ കൊണ്ട്. ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ഈ മാസം ഖുർആൻ പാരായണത്തിൻ്റെ മാസമാണ്. തിലാവത്തുൽ ഖുർആൻ ആനാ അല്ലൈലി വഅത്റാഫൻ നഹാർ. പാതിരാവുകളിലും പകൽ സമയങ്ങളിലും ഒഴിവ് സമയങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ മനോഹരമായ വചനങ്ങൾ ഈമാനുള്ളവൻ്റെ അധരങ്ങളിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മാസമാണ് റമദാൻ മാസം. ഖുർആൻ അവതീർണമായ മാസമാണ്. ധാരാളമായ ഖുർആൻ ഓതേണ്ട മാസമാണ്. ഖുർആൻ നമുക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ ഗുണമായി സാക്ഷി നിൽക്കേണ്ട മാസമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഖുർആൻ നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മഹാരഥന്മാരായ ആളുകളുടെ ചരിത്രങ്ങളെ അനുസ്മരിച്ചു കൊണ്ടല്ലാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ ഖുർആന്റെ 2ാമത്തെ പ്രമേയം അവരെ പറ്റി പരിചയപ്പെടുത്തലാണ്. 3ാമത്തെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ അത് നിയമങ്ങൾ പഠിപ്പിക്കലാണ്. നിയമങ്ങൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കാൻ പറ്റുമോ പറ്റൂലേ, വ്യഭിചരിക്കാൻ പറ്റുമോ പറ്റൂലേ, പലിശ വാങ്ങാൻ പറ്റുമോ പറ്റൂലേ, കൊലപാതകം നടത്താൻ പറ്റുമോ പറ്റൂലേ, അങ്ങനെയുള്ള നിയമങ്ങളാണ്. ഹറാമും ഹലാലും അനുവദനീയവും അനനുവദനീയവുമായ കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കലാണ് ഒരു മുസൽമാന്റെ മുമ്പിൽ. ഹിതകരമായതേത്, അഹിതകരമായതേത്, പറ്റുന്നതേത്, പറ്റാത്തതേത് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കലാണ് ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട 3ാമത്തെ പ്രമേയം. അപ്പോൾ ആകെ 3 ആശയങ്ങളെ ഖുർആനിലുള്ളൂ. ആ 3നേക്കാൾ അപ്പുറം മറ്റൊന്ന് കാണാൻ കഴിയില്ല. വളരെ എളുപ്പമാണ് അത് പഠിച്ചെടുക്കാൻ. അതിൽ ഒന്നാണ് മഹാന്മാരെ അനുസ്മരിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ആയിഷ ബീവി മഹദി അവരുകളെക്കുറിച്ച് ഖുർആൻ പല സ്ഥലങ്ങളിലും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പരിചയപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഏക കന്യകയായി കടന്നു വന്ന മഹിളാരത്നമാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഒരുപാട് മഹത്വങ്ങൾ മഹദി അവർകൾക്കുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയോട് പറഞ്ഞു, യാ ആയിഷ ഹാദാ ജിബ്രീൽ. ആയിഷ, ജിബ്രീൽ വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? നിന്നോട് സലാം പറയാൻ. അള്ളാഹു നിനക്കൊരു സലാം പറഞ്ഞയച്ചിരിക്കുന്നു ആയിഷ. റബ്ബിന്റെ അടുക്കലുള്ള സ്വീകാര്യത നോക്കണം. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ജിബ്രീൽ വന്നിരിക്കുന്നു. ആയിഷ ഹാദാ ജിബ്രീൽ. ഇതാ ജിബ്രീൽ വന്നിരിക്കുന്നു. ആയിഷ യുഖ്രി അലൈഹിസ്സലാം. നിന്റെ മേൽ അല്ലാഹുവിന്റെ സലാം പറയാനാണ് ജിബ്രീൽ വന്നിരിക്കുന്നത് ആയിഷ എന്ന് മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഒരു പെണ്ണിന് ആത്മാഭിമാനം കൊള്ളാൻ ഇതിനേക്കാൾ വലിയൊരു സന്ദേശം മറ്റെന്ത് വേണം? അല്ലേ? ജിബ്രീൽ വരികയാണ് ഒരു പെണ്ണിനോട് സലാം പറയാൻ. ആരാണ് പറഞ്ഞു വിടുന്നത്? അല്ലാഹുവാണ്. അല്ലാഹു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അത് പറഞ്ഞപ്പോൾ
അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഖുൽ, നബിയേ തങ്ങൾ ജിബ്രീലിനോട് പറയണേ, അലൈഹിസ്സലാം, അവർക്കും റബ്ബിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യഭിവാദ്യം ചെയ്യണേ യാ റസൂലല്ലാഹ്. വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെയാണ്. ഇദാ ഹയ്യിതും ബിതഹയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിന്നാ റുദ്ദൂഹാ. സലാമിന്റെ അദബ് അങ്ങനെയാണ്. അസ്സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞാൽ ഖുർആൻ പറയുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട് നിങ്ങൾ തിരിച്ച് കൊടുക്കണം. ഇങ്ങോട്ട് തരുന്നതിന് തുല്യമായതല്ല തിരിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ പണപ്പയറ്റുണ്ടായിരുന്നൊരു കാലത്ത്. പണപ്പയറ്റ് അവസാനിപ്പിക്കൽ എങ്ങനെയാണ്? ഈ പരിപാടി നിർത്തുകയെന്ന് കണ്ടാൽ 1000 ഉറുപ്പിക ഇങ്ങോട്ട് പയറ്റിന് 1000 തന്നെ തിരിച്ചു പയറ്റിയാൽ അതോടുകൂടി ഇവൻ പയറ്റ് നിർത്തുകയാണെന്നാണ് സൂചന. ഇല്ലെങ്കിൽ 1000ന്റെ മേലെ എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താ? പയറ്റ് നിർത്തുന്നില്ല, തുടരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മളോട് മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങളോടൊരു സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് നിർത്തരുത്. ഖുർആൻ പറയുന്നു, ഇദാ ഹയ്യിതും ബിതഹയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. നിങ്ങൾക്ക് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട് നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് പറയണം. ഇപ്പം എന്ത് പറയണം? അസ്സലാമു അലൈക്കും എന്നാ പറഞ്ഞെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വചനം കൂട്ടിപ്പറയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആനിൽ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദാ ജിബ്രീൽ, ആയിഷ ഇദാ ജിബ്രീൽ വന്നിരിക്കുന്നു. എന്തിനെന്നറിയുമോ? നിന്നോട് സലാം പറയാനല്ല പറഞ്ഞു വിട്ടതാണ് ആയിഷ. പറഞ്ഞ മാത്രയിൽ ആയിഷ ബി പറഞ്ഞു, ഫഖുൽ, നബിയെ തങ്ങൾ ജിബ്രീലിനോട് പറയണേ വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് തിരിച്ചു പറയണേ നബിയെ. വഹുവ യറാ മാ ലാ അറാ. മഹദി പറയുന്നു, ഞാൻ അങ്ങനെ പറയാൻ നബിയെ ഏൽപ്പിച്ചത്, ഞാൻ കാണാത്ത ജിബ്രീലിനെ ആര് കാണുന്നുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ കാണുന്നുണ്ട്. എനിക്ക് ജിബ്രീലിനെ കാണാൻ കഴിഞ്ഞില്ല. ജിബ്രീലിന്റെ വര പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അല്ലാഹു തആല സലാം പറഞ്ഞയച്ച ഒരു മഹദി ലോകത്തുണ്ടെങ്കിൽ അത് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബിബി റളിയല്ലാഹു തആല അത്രമേൽ മഹത്വവൽക്കരിക്കപ്പെട്ട മഹദിയാണത്. മാത്രമല്ല, പൊന്നാര നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹുവിന്റെ റസൂലിന്റെ 50ാമത്തെ വയസ്സ്, നുബുവത്ത് ലഭിച്ചൊരു 10 കൊല്ലം പിന്നിട്ട സമയം, പ്രവാചകന് ഏറെ സങ്കടങ്ങൾ സമ്മാനിച്ച വർഷമായിരുന്നു അത് എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ 50ാമത്തെ വയസ്സ്, 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 50ാമത്തെ വയസ്സ്, ആ കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന് ഏറെ സങ്കടങ്ങൾ സമ്മാനിച്ച വർഷമാണ്. ചരിത്രത്തിൽ ആ വർഷത്തെ കുറിച്ച് പറയുന്നത് ആമുൽ ഹുസുൻ എന്നാണ്, ദുഃഖവർഷം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ദുഃഖം സമ്മാനിച്ച കൊല്ലമാണ്. എത്രാമത്തെ വയസ്സ്? 50 മറന്നു പോകരുത്. 50ാമത്തെ വയസ്സ്, അഥവാ ഹിജ്റയുടെ 3 കൊല്ലം മുമ്പ്. 53-ലാണല്ലോ ഹിജ്റ പോകുന്ന മദീനയിലേക്ക് പോകുന്നത്. ഈ മിഅ്റാജിന്റെ 2 കൊല്ലം മുമ്പ് 52ാമത്തെ വയസ്സിലാണ് മിഅ്റാജ് നടക്കുന്നത്. നുബുവത്തിന്റെ 10 കൊല്ലങ്ങൾക്ക് ശേഷം നബിയുടെ 50ാമത്തെ വയസ്സ്. നമ്മളത് മറന്നു പോകരുത്. ഹിജ്റയുടെ 3 കൊല്ലം മുമ്പ്, മിഅ്റാജിന്റെ 2 കൊല്ലം മുമ്പ്, നുബുവത്തിന്റെ 10 കൊല്ലങ്ങൾക്ക് ശേഷം 50ാമത്തെ വയസ്സ്. പുന്നാരനബിയുടെ ജീവിതത്തിൽ ഏറെ സങ്കടങ്ങളുണ്ടായ വർഷമാണത്, കൊല്ലമാണത്. എന്തുകൊണ്ടെന്നറിയുമോ? ഒന്നാമത്തെ സങ്കടം തന്റെ താങ്ങും തടലുമായിരുന്ന തന്റെ മൂത്താപ്പ അബൂ താലിബിന്റെ ദേഹവിയോഗം സംഭവിച്ച കൊല്ലമാണത്. വഫാത്ത് സംഭവിച്ച കൊല്ലമാണ്. വകാന അബൂ താലിബ് മിൻ അശദ്ദിന്നാസി ദമാഅൻ അൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ ശത്രുക്കളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന്, കിരാത മർദ്ദനങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ചങ്കൂറ്റം കാണിച്ച മഹാനായ തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ താലിബ് റളിയല്ലാഹു അൻഹു. വകാന അറജു, മഹാനവർകൾ ജന്മനാ കാലിന് സ്വാധീനം കുറഞ്ഞ ആളായിരുന്നെങ്കിലും അബൂ താലിബിന് ജന്മനാ ഒരു കാലിന് ചെറിയ തകരാറുണ്ടായിരുന്നു. നേരാവണ്ണം നടക്കാൻ കഴിയില്ലായിരുന്നു. അയറജാണ്. അയറജ് എന്ന് പറഞ്ഞാൽ മുടന്തനാണ്. എന്താ സാധാരണ പറയാ? വികലാംഗനാണ്, നടക്കാൻ കഴിയില്ല. ആ വൈകല്യമുള്ളതോടുകൂടി തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ നുബുവത്തിന്റെ പ്രഖ്യാപനമുണ്ടായി.
ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് നന്നായിട്ട് ചൊല്ലിക്കോളൂ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോ മക്ക മുശ്രിക്കീങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്ന ആ പ്രഖ്യാപനം ധാരാളം ആക്രമണങ്ങളായി, കിരാതമർദ്ദനങ്ങളായി, പീഡനങ്ങളായി, താടനങ്ങളായി. പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിലേക്ക് നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ സഫയുടെ ഭാഗത്തുകൂടെ പുറത്തിറങ്ങിയാൽ അവിടെ ചരിത്രങ്ങൾ വീണുറങ്ങുന്ന ഒരുപാട് ഭവനങ്ങൾ കാണാം. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട മൗലിദ്, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചു വീണ ഭവനമുണ്ട് മക്തബത്തു മക്കത്തുൽ മുകറമ. റസൂലുള്ളാഹ് ജനിച്ച വീട്, അവിടുത്തെ ഭരണകൂടം പുത്തൻ ചിന്താഗതിയിൽ അധിഷ്ഠിതമായ ഭരണകൂടമായതുകൊണ്ട് ആ വീടിനെ അങ്ങനെ ചരിത്ര പിൻബലങ്ങളില്ലെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലും ആ വീട് മക്കയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായി മാറ്റിയിരിക്കുന്നു. അള്ളാഹു അവിടെ എത്താനും കാണാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരു ചരിത്രം അതാണ്. അതിനോട് തൊട്ടടുത്ത് കിടക്കുന്നു ഏതെന്നറിയുമ്പോൾ കുറേ മലമടക്കുകൾ. ആ മലമടക്കുകളിലാണ് മഹാനായിരിക്കുന്ന ശഅബ് അബൂ താലിബ് എന്നറിയപ്പെടുന്ന കുന്നുകളാണത്. ആ കുന്നുകളൊക്കെ ഇന്ന് ഇടിച്ച് നിരത്തിയിട്ട് അവിടെ ബിൽഡിംഗ് വന്നിട്ടുണ്ട്, എന്നാലും അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ശഅബ് അബൂ താലിബ്, ആ ശഅബ് അബൂ താലിബിലാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ മാസങ്ങളോളം അവർ തടഞ്ഞു വെച്ചത്. ദാഹിച്ച വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ കുന്നിന്റെ ചെരുവുകളിൽ മുളച്ചു പൊങ്ങിയ പുൽനാമ്പുകൾ പറിച്ചു തിന്നുകൊണ്ട്, വെള്ളം കുടിച്ചുകൊണ്ട്, ആട് കാസ്തിക്കുന്നത് പോലെ കാസ്തിക്കാൻ വരെ കാരണമായി തീർന്നു ആ ജീവിതമെന്ന് ചരിത്രം പരിചയപ്പെടുത്തുമ്പോ അത് ചരിത്രമുറങ്ങുന്ന ഒരു കുന്നുകളാണ് ശഅബ് അബൂ താലിബ്. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകനെ തടഞ്ഞു വെച്ചു, അക്രമങ്ങൾ അഴിച്ചുവിട്ടു. അങ്ങനെയൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് ശക്തിയും സമാധാനവും നൽകിയത് കാലിന് ജന്മന വൈകല്യമുണ്ടായിരുന്ന തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ താലിബായിരുന്നു. പക്ഷേ ആ അബൂ താലിബ് ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിന് നുബുവത്ത് കിട്ടിയിട്ടൊരു 10 കൊല്ലം പിന്നിട്ട ഘട്ടത്തിൽ, അഥവാ അള്ളാഹുവിന്റെ റസൂലിന്റെ 50-ാമത്തെ വയസ്സിൽ അബൂ താലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോരുകയാണ്. ഹിജ്റയുടെ 3 കൊല്ലം മുമ്പാണ് അബൂ താലിബിന്റെ മരണം സംഭവിക്കുന്നത്. ആ കൊല്ലം അഥവാ റസൂലുള്ളാഹിന്റെ 50-ാമത്തെ വയസ്സ്. ഏറ്റവും വലിയ ദുഃഖം, 2 ദുഃഖങ്ങളാണ് ഉണ്ടായത്. ഒരു ദുഃഖം അബൂ താലിബിന്റെ ദേഹവിയോഗമാണ്, മരണമാണ്. അബൂ താലിബ് മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് സങ്കടമായി. എന്താ സങ്കടം? നാളിതുവരെ എൻ്റെ നേരെ ശത്രുക്കൾ ചീറിയെടുക്കാതിരുന്നത് അബൂ താലിബിന്റെ ഒരൊറ്റ മനക്കരുത്ത് കൊണ്ടാണ്. ഇന്ന് മുതൽ അദ്ദേഹം ജീവനറ്റ് കിടക്കുകയാണ്. ഈ വിവരം അറിഞ്ഞാൽ ശത്രുക്കൾ എന്നെ വന്ന് ആക്രമിക്കാൻ തുടങ്ങുമല്ലോ എന്ന ഭയപ്പാടാണ്, ആ സങ്കടമാണ്. ആ സങ്കടം നിന്നുകൊണ്ടിരിക്കുന്ന, ഏലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതേ വർഷത്തിൽ തന്നെ 53-50-ാമത്തെ വയസ്സിൽ തന്നെ അബൂ താലിബ് വഫാത്തായതിന്റെ 3-ാമത്തെ നാളിൽ തന്റെ ഏകപത്നിയായിരുന്ന 25-ാമത്തെ വയസ്സിൽ തന്റെ ജീവിത സഖിയായി കടന്നു വന്ന ഖുവൈലിദിന്റെ മകൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ ഈ ലോകത്തോട് വിട പറയുകയാണ്. അബൂ താലിബ് മരിച്ചതിന്റെ 3-ാമത്തെ അന്നാണ് ഖദീജ ബീവിയുടെ വഫാത്ത് സംഭവിക്കുന്നത്. ഒരർത്ഥത്തിൽ പറയാം, നമ്മുടെ നാട്ടിൽ ദ്വാരക്കൽ നടക്കണമെന്ന്. അബൂ താലിബിന്റെ ദ്വാരക്കൽ നടക്കേണ്ട അന്ന് ഖദീജ ബീവി വഫാത്താവുകയാണ്. തൂഫിയത്ത് ഖദീജത്തു സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ അബീ താലിബിൻ ബിസലാസത്തി അയ്യാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പ അബൂ താലിബ് മരണപ്പെട്ടതിന്റെ 3-ാമത്തെ നാളിൽ ഖദീജ ബീവി വഫാത്താവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് മനക്കരുത്ത് നൽകിയിരുന്ന ഖദീജയാണ് ജബലുന്നൂറിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഖുർആനിന്റെ ആദ്യ വചനങ്ങളുടെ വചനാമൃതങ്ങൾ ഓതി കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് ഒരു വലിയ ഭാരമായി തോന്നിയപ്പോ ഓടി വന്നുകൊണ്ട് തന്റെ സങ്കടം ബോധ്യപ്പെടുത്തിയപ്പോൾ മനസ്സിന്റെ ഭാരം കുറക്കാൻ പറ്റുന്ന വചനങ്ങൾ പറഞ്ഞുകൊണ്ട് സമാധാനം കൊടുത്തത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയായിരുന്നു. അല്ലേ, ചരിത്രത്തിലില്ലേ അങ്ങനെ? അത് നമ്മുടെ ഒരു വിഷയം വരുന്നുണ്ട്. ചരിത്രത്തിലെ അങ്ങനെ എന്ത്? അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളൊക്കെ പാഞ്ഞെടുക്കുമ്പോ, സ്വർഗത്തിലേക്ക്, നമ്മൾ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എത്തുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ,
ആ സ്വർഗത്തിലെ ഒന്നാമത്തെ സീറ്റിലേക്ക് ചെന്നിരിക്കണമെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് കൊതിച്ചു പോകുമ്പോ ആ സീറ്റിന്റെ മേൽ അല്ലാഹു തആല ഏതോ ഒരു മഹദിയുടെ നാമം ലിഖിതപ്പെടുത്തിയിരിക്കുന്നു, എഴുതി വെച്ചിരിക്കുന്നു. ഒന്നാമത്തെ സീറ്റ്, സ്വർഗത്തിലെ ഒന്നാമത്തെ സീറ്റ് അല്ലാഹു തആല പേരെഴുതി മാറ്റി വെച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി എന്നറിയോ? ആർക്ക് വേണ്ടിയാ? ഖദീജ ബീവിക്ക് വേണ്ടി. അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലേ, നമ്മൾ എത്ര മെനക്കെട്ടിട്ടും കാര്യമില്ല, അത് റിസർവേഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അഫ്ദലുൻ നിസാഇ അഹ്ലുൽ ജന്ന, പുന്നാര നബി പറഞ്ഞു, സ്വർഗത്തിൽ വരുന്ന സ്വർഗീയ രത്ന റാണികളിൽ ഏറ്റവും മഹത്വമുള്ള മഹദി ഖദീജ ബിൻത് ഖുവൈലിദ്. ഖുവൈലിദിന്റെ മകൾ ഖദീജയാണ്. എന്തേ കാരണമെന്നറിയുമോ? ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ആ വിഷയം വരുമ്പോൾ നമുക്ക് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ആരാരും മനസ്സിന് സമാധാനം കൊടുക്കാനില്ലാതെ, ആരാരും ശക്തി പകരാനില്ലാതെ, ആരാരും ഊർജം നൽകാനില്ലാതെ അള്ളാഹുവിന്റെ റസൂൽ പൊതുകർമ്മരംഗത്ത് ഒറ്റപ്പെട്ട ഘട്ടങ്ങളിൽ കൂടെ നിന്നുകൊണ്ട് ശക്തി കൊടുത്തു, സമാധാനം കൊടുത്തു പ്രിയപ്പെട്ട ഖദീജ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധകനായ പ്രവാചകന് മനസ്സിന് കരുത്തു കൊടുത്ത, മനക്കരുത്ത് പകർന്നു നൽകിയ മഹദി എന്നതുകൊണ്ട് അള്ളാഹു തആല മഹദിക്ക് മാറ്റിവെച്ചതാണ് സ്വർഗത്തിലെ ഒന്നാം സീറ്റ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് മാറ്റിവെച്ചു. ആ ഖദീജ ബീവി വഫാത്താവുകയാണ്. ഒരു ഭാഗത്ത് ശത്രുക്കളുടെ കൂർത്തമൂർത്ത ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സങ്കൂറ്റത്തോടെ നിലയുറപ്പിച്ചിരുന്ന അബൂ താലിബ് ലോകത്തോട് വിട പറഞ്ഞു. മറുഭാഗത്ത് തന്റെ മനസ്സിന് ശക്തി പകരാൻ അല്ലാഹു തആല തന്നിരുന്ന തന്റെ ഏകപത്നിയാകുന്ന സഹോദരമണി ഖദീജ ബീവി വഫാത്തായി. ഖദീജ ബീവി വഫാത്താകുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. രണ്ട് സങ്കടങ്ങളും അല്ലാഹുവിന്റെ റസൂലിനെ മാനസികമായി തളർത്തിയ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് പിന്നീട് അവിടെ നിൽക്കാൻ, മക്കയിൽ നിൽക്കാൻ മനസ്സുറപ്പ് വന്നില്ല. അവിടെ നിന്ന് ത്വായിഫിലേക്ക് യാത്ര പോവുകയാണ് മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വായിഫിലേക്ക് പോകുന്നതിനാൽ ലമ്മ ഹലകത്ത് ഖദീജത്തു, ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വഫാത്തായി, അബൂ താലിബ് വഫാത്തായി. രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ജന്നത്തുൽ മുഅല്ലയിൽ അടക്കം ചെയ്തു. അബൂ താലിബിനെയും അവിടെ മറവ് ചെയ്തു, ഖദീജ ബിബി ജന്നത്തുൽ മുഅല്ലയിൽ മറവ് ചെയ്തു. പൊന്നാര നബി തിരിച്ചു വന്നു കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട്. സമാധാനിക്കാൻ ആളില്ല, ഇനി മക്കയിൽ നിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി എവിടെ ചെന്നുകൊണ്ട് ഞാൻ അഭയം പ്രാപിക്കുമെന്ന് വിഷമത്തോടെ ആലോചിച്ചപ്പോഴാണ് അങ്ങകലെ ത്വായിഫിൽ തൻ്റെ മരണപ്പെട്ടു പോയ മൂത്താപ്പയാകുന്ന അബൂ താലിബിൻ്റെ മകൾ ഉമ്മു ഹാനി ബീബി റളിയല്ലാഹു തആല അൻഹ ജീവിക്കുന്നവ അവിടെ താമസിക്കുന്നു എന്ന വിവരമറിയുന്നത്. അങ്ങനെ ഉമ്മു ഹാനിയുടെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് അഭയം പ്രാപിക്കുകയാണ്. അവിടെ ചെന്നുകൊണ്ട് താമസിക്കുകയാണ് ത്വായിഫിൽ. അവിടെ ചെന്നുകൊണ്ട് താമസിച്ചു. അവിടുന്നാണ് മഹാനായിരിക്കുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അല്ലാഹു തആല നിങ്ങളെ ഒരു യാത്രയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്, ഒരു മിഅ്റാജിന് വേണ്ടി നമുക്കൊന്ന് പോയി കളയാം. ആ താമസത്തിനിടയിലാണ് മിഅ്റാജ് സംഭവിക്കുന്നത്. മിഅ്റാജ് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചു വരുന്നത് ഭാര്യയില്ലാത്ത, മൂത്താപ്പയില്ലാത്ത ഏകമായ ജീവിതത്തിന്റെ ഒരു തുരുത്തിലേക്കാണ് തിരിച്ചു വരുന്നത് എന്ന് അർശിന്റെ അത് ഉടമസ്ഥനായ റബ്ബിനറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ജിബ്രീലിന്റെ കയ്യിൽ ഒരു സ്വർഗീയ വെള്ളപ്പട്ടിൽ പൊതിഞ്ഞ ഒരു ഫോട്ടോ നേരത്തെ നൽകിയിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴിയാത്രയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഫോട്ടോ നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണേ. അല്ലാഹു തആല പറഞ്ഞാണ്, അള്ളാഹിന്റെ റസൂൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. ആയിഷ ബിയോട് പറയുന്നു, ആയിഷ, എന്താണ് ആയിഷ? ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം ജാഅനി ബിസൂറതിഹാ ഫീ ഖിർഖത്തിൻ മിൻ ഹരീരിൻ ഖദ്റാ, ഒരു പച്ച നിറത്തിലുള്ള ഒരു പട്ടിന്റെ കഷ്ടത്തിൽ പൊതിഞ്ഞ ഒരു ഫോട്ടോ ജിബ്രീൽ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു കാണിച്ചു. മിഅ്റാജ് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫഖാല ഹാദിഹി സൗജത്തുക ഫിദ്ദുനിയ വൽ ആഖിറ, നബിയെ, തങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇണയാകാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത സഹോദരമണിയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ് ഈ മഹദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ എനിക്ക് അർശിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ കൽപ്പന പ്രകാരം ആകാശലോകത്ത് വെച്ചുകൊണ്ട് ജിബ്രീൽ എനിക്ക് കാണിച്ചു തന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
3 നിലക്കാണ് ആയിഷയുടെ വിവാഹം ഉറപ്പിക്കുന്നത്. ഒന്ന്, മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ ഫോട്ടോ നബിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ജിബ്രീൽ. അപ്പോൾ ചോദിച്ചു, ആരാണിത്? അപ്പോൾ പറഞ്ഞു, നബിയെ ഹാദിഹി സൗജത്തുക, ഇത് നിങ്ങളുടെ ഭാര്യയാണ്. എവിടെയുള്ള ഭാര്യ? ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ മാത്രമല്ല നാളെ സ്വർഗത്തിലും. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയും 2 വീട്ടിലും നമുക്ക് ഗുണം ചെയ്യുന്ന ഇണകളായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അല്ലേ, നമ്മൾ ആഗ്രഹിച്ചു പോവാൻ അവർ നമ്മുടെ കൂടെ തന്നെ സ്വർഗത്തിലേക്ക് വരാൻ. എല്ലാവരും ആഗ്രഹിക്കണമെന്ന് ഞാൻ അറിയില്ല. ചില ആളുകൾ ദുനിയാവിൻ്റെ ഷെറ് കഴിഞ്ഞ് കിട്ടിയാൽ ആഖിറത്തിലെങ്കിലും രക്ഷപ്പെടാലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ. സ്വഭാവങ്ങൾ നന്നാക്കുകയാണല്ലോ വേണ്ടത്, അല്ലേ? പൊന്നാര നബിയോട് ജിബ്രീൽ പറയുന്നത്, അലൈഹിസ്സലാം പറയുന്നത്, ഹാദിഹി സൗജത്തുക്, ഇത് നിങ്ങളുടെ ഇണയാണ്. എവിടെയൊക്കെ? ഫിദ് ദുനിയ, എല്ലാവർക്കും അറിയാലോ മാന, ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മളോട് ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ വിവാഹം നാം അറിയേണ്ടത് എന്ന് പറയുന്ന വിഷയം പറയുമ്പോൾ നമുക്ക് പറയാം, നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ തന്നെ തിരഞ്ഞെടുക്കണം. അള്ളാഹു തആല ഏതായാലും നമ്മളൊക്കെ തിരഞ്ഞെടുത്ത് പോയി, അതിന് അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷം നൽകുന്ന ഇണകളായി അള്ളാഹു പരിവർത്തനപ്പെടുത്തി തരട്ടെ. അപ്പോൾ ആയിഷ ബിബിയോട് പറയാണ്, 3 നിലക്കാണ് ആ വിവാഹത്തിൻ്റെ സൂചന നബിയിലേക്ക് ലഭിക്കുന്നത്. ഒന്ന് ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ സെലക്ഷനാണ്, പടച്ചോൻ തീരുമാനിക്കുകയാണ്. ആയിഷ ബിബി തന്നെ പലപ്പോഴും പല റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ, ശേഷിക്കുന്ന ഭാര്യമാരുടെ മുമ്പിൽ അഭിമാനം കൊള്ളാറുണ്ടത്രേ. ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ആയിഷ ബിബി ഒന്ന് പറഞ്ഞിരുന്നത്, നിങ്ങൾക്കാർക്കുമില്ലാത്ത അഭിമാനിക്കാനുള്ള ഒരവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒന്ന്, എൻ്റെ വിവാഹം നബിയെ ബോധ്യപ്പെടുത്തിയത് അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹുവാണ്. എൻ്റെ കല്യാണക്കാര്യം നബിയുടെ ശ്രദ്ധയിൽ ആദ്യമായി കൊണ്ടുവന്നത് അള്ളാഹുവാണ്. റബ്ബാണ് എൻ്റെ കല്യാണം അള്ളാഹുമായിട്ട്, എൻ്റെ നബിയുമായിട്ട് ഉറപ്പിച്ചത്. അത് നിങ്ങൾക്കാർക്കും അവകാശപ്പെടാനില്ലാത്തതാണെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്. ഒന്നതാണ്. മറ്റൊന്ന്, പല കാര്യങ്ങളും പറയാണ്ട്, ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. മറ്റൊന്ന് പറഞ്ഞിരുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏക കന്യകയായ ഭാര്യയാണ് ഞാൻ, മറ്റുള്ളവരൊക്കെ വിധവകളായിരുന്നല്ലോ. ആദ്യമായിട്ട് റസൂലുള്ളാഹിനെ ആദ്യത്തെ ഭർത്താവായി സ്വീകരിച്ചവൾ ഞാൻ മാത്രമാണ്. മറ്റുള്ളവരൊക്കെ ഒരുപാട് ഭർത്താക്കന്മാരെ കൂടെ, ഒന്നിലേറെ ഭർത്താക്കന്മാരെ കൂടെ കഴിഞ്ഞവരാണ്. പിന്നീടാണ് നബിയുടെ ഭാര്യാപദം അലങ്കരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റസൂലുള്ളാഹിക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, ഹാദിഹി സൗജത്തുക്, നബിയെ തങ്ങളുടെ ഇണയാണ്. ഇത് ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നബിയെ തങ്ങളുടെ ഇണയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അത് കാണുകയാണ്. മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ ആയിഷയെ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്, ഉറക്കിൽ ഇങ്ങനെ കാണുകയാണ്. വിവാഹത്തിന് മുമ്പാണിത്. ആ സംഭവം വിവാഹാനന്തരം ആയിഷ ബിവിയോട് അള്ളാഹുവിൻ്റെ റസൂൽ പങ്കുവെക്കുന്നുണ്ട്. ആയിഷ ബിയോട് പറയുന്നു, യാ ആയിഷ, ആയിഷ ബിയോട് പറയുന്നു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്നോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉരീതുക ഫിൽ മനാം, നിന്നെ ഞാൻ ഉറക്കത്തിൽ കണ്ടു ആയിഷ. എന്നിട്ടോ ഫയജീബിൽ മലക്കുൻ, ഒരു മലക്ക് ഉറക്കിൽ എൻ്റെ അടുക്കലേക്ക് വരുന്നു. ഫീ സിർഖത്തിൻ മിൻ ഹരീർ, ഒരു പട്ടിന്റെ ഉറുമാലിൽ, ഒരു പട്ടിന്റെ തൂവാലയിൽ നിന്നെ പൊതിഞ്ഞ ഫോട്ടോ പൊതിഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വരുന്നു. ഫഖാലലി, എന്നിട്ട് എന്നോട് പറയുന്നു, ഹാദിഹി ഇംറഅതുക, ഇത് നിങ്ങളുടെ ഇണയാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പട്ടിന്റെ ഉറുമാലിൽ, ഒരു പട്ടിന്റെ തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് എൻ്റെ കയ്യിൽ ഉറക്കിൽ കൊണ്ടുവന്ന് തന്നപ്പോ, ഫകശഫ്തു അൻ വജീകി, നിന്റെ ആ മുഖമൊന്ന് കാണാൻ, ആ പട്ടിൽ പൊതിഞ്ഞിരിക്കുന്ന രൂപമൊന്ന് കാണാൻ ഞാൻ ആകാംക്ഷയോടെ ആ പട്ടിന്റെ ഉറുമാലൊന്ന് തുറന്നു നോക്കുമ്പോ ഫൈദൻ അന്തിഹിയ, നീ തന്നെയായിരുന്നു ആ ഉറുമാലിൽ പൊതിയപ്പെട്ട പെണ്ണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ ഇണയായ ആയിഷ ബീവി വരണമെന്ന് ആകാശ ലോകത്ത് വെച്ച് ജിബ്രീൽ പ്രഖ്യാപിക്കുന്നു. അതുകൂടാതെ അതേ ഫോട്ടോ അള്ളാഹുവിന്റെ റസൂൽ ഉറങ്ങുന്ന സമയത്ത് മറ്റൊരു മലക്ക് വന്നുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. വിവാഹാനന്തരം ആയിഷയുടെ മുഖത്ത് നോക്കി അള്ളാഹുവിന്റെ റസൂൽ അത് സന്തോഷത്തോടെ പങ്കുവെക്കുകയാണ്. നമുക്ക് ആർക്കാ പറയാൻ കഴിയാ, നിങ്ങൾ എങ്ങനെയാ എന്നെ കല്യാണം കഴിച്ചത്, അത് എനിക്ക് ജിബ്രീൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ട് കിട്ടിയതിന് ആർക്കാ പറയാൻ കഴിയാ? അള്ളാഹു തആല നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ വഴി സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, അല്ലേ?
ഇതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പുകളാണ്. ഇത് റബ്ബിന്റെ തെരഞ്ഞെടുപ്പാണ്. അത് തന്നെയാണ് ആയിഷയെ വ്യതിരക്തയാക്കുന്നത്. ലോക കുടുംബിനികളിൽ അവരെ മാറ്റി നിർത്തുന്നത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. പുണ്യ നബിയുടെ ശരഫാക്കപ്പെട്ട മേനിയോട് ചേർന്ന് കിടക്കാൻ അള്ളാഹുവിന്റെ ലോകത്തൊരു വാപ്പയുടെ മകളുണ്ടെങ്കിൽ അത് അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖിന്റെ പൊന്നുമോള് ആയിഷയ്ക്ക് ആണ് ആ അഭിമാനം, ആ സൗഭാഗ്യമെന്ന് അല്ലാഹു തആല തെളിയിച്ചു കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയിഷ ബിബിയെ ഈ നിലക്കും അള്ളാഹുവിന്റെ റസൂല് കാണുകയാണ്. ഉറക്കത്തൊരു മലക്ക് വന്നിട്ട് ഒരു പട്ടിന്റെ ഉറുമാൽ ഇങ്ങനെ, ഉറുമാൽ എന്ന് പറയില്ല, ഉറുമാൽ എന്ന് പറയാം, പട്ടുറുമാൽ എന്ന് പറയോ അല്ലേ? പട്ടുറുമാലില്ലേ അല്ലേ? ഒന്നും അറിഞ്ഞൂടെങ്കിലും പെണ്ണുങ്ങൾക്ക് അറിയായിരിക്കും പട്ടുറുമാൽ അല്ലേ? എങ്ങനെ എങ്ങനെ അറിയാന്ന്? അപ്പോൾ ആണുങ്ങൾക്കും അറിയാം, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും അറിയാം പട്ടുറുമാൽ. പട്ടുറുമാൽ എന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടുന്ന പരിപാടിയല്ല, അത് അതിനൊരു പേരിട്ടതാണ്. പട്ടിൻ്റെ തൂവാല, ഉറുമാൽ, കർച്ചീഫ്. അതിൽ പൊതിഞ്ഞ ഈ ഫോട്ടോ കൊണ്ടുവന്ന് ഉറക്കിലൊരു മലക്കിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. റസൂൽ ചോദിക്കുകയാണ് ഉറക്കത്തിൽ അല്ലേ? ഉറക്കവും സ്വപ്നവും നമുക്ക് അവതരിപ്പിക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് എന്താണിത്? അപ്പോൾ പറഞ്ഞു ഹാദിഹി സൗജത്തുക്ക്, ഇത് നിങ്ങളുടെ ഇണയാണ്, അല്ല തെരഞ്ഞെടുത്ത ഇണയാണ്. എവിടെയൊക്കെ ഫിദ്ദുന്യാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഇണയാണ് നബിയെ. ആയിഷ ബീവിയുടെ വിവാഹാനന്തരം തന്നെ ഓരത്തിരുത്തിക്കൊണ്ട് ആയിഷ ബീവിയോട് സ്നേഹം പങ്കുവെക്കുകയാണ് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ, നീ എൻ്റെ തെരഞ്ഞെടുപ്പല്ല ആയിഷ, നീ അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പാണ് ആയിഷ. എൻ്റെ ഇണയാകണമെന്ന് റബ്ബിൻ്റെ തീരുമാനമാണ് ആയിഷ. അള്ളയാണ് നിന്നെ എനിക്ക് ഇണയായി തെരഞ്ഞെടുത്തത്. അള്ളയാണ് നിന്നെ എനിക്ക് കാണിച്ചു തരാൻ ജിബ്രീലിനെ ഏൽപ്പിച്ചത്. അള്ളയാണ് ഉറക്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് മനാമിൽ നിന്നെ കാണിച്ചു തരാൻ മലക്കിനെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഒരു പട്ടുറുമാല് കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്താണിത്? അപ്പോൾ എന്നോട് പറഞ്ഞു ഹാദിഹി ഇംറഅതുക്, ഇത് നിങ്ങളുടെ ഇണയാണ് നബിയെ. ഞാൻ ആ സന്തോഷത്തോടെ എന്നോട് മലക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആ ഉറുമാല് വാങ്ങി തുറന്നു നോക്കുമ്പോ ഫകസഫ്തു അൻ വജ്ഹികി, നിന്റെ മുഖം കാണാനുള്ള എൻ്റെ ആകാംക്ഷ, ഞാനത് തുറന്നു നോക്കുമ്പോൾ ഫൈദൻ നന്ദിഹി, നീ തന്നെയായിരുന്നു ആ പട്ടിന്റെ ഉറുമാലിൽ പൊതിയപ്പെട്ടവളായി ഉണ്ടായിരുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് സന്തോഷിക്കാൻ വേറെന്തെങ്കിലും വേണോ? ആയിഷ ബീവി പറഞ്ഞു, അപ്പൊ ഞാൻ എന്തേ നബിയെ തങ്ങളോട് പറഞ്ഞത്? ആ ചിത്രം എന്നോട് സംസാരിച്ചു നബി പറയുന്നത്. എന്താ തങ്ങളോട് ഞാൻ അപ്പൊ പറഞ്ഞത്? തങ്ങൾ എൻ്റെ മുഖം കണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്ത് തങ്ങളോട് പറഞ്ഞു? അപ്പോൾ ആയിഷ, നീ എന്നോട് പറഞ്ഞത് അള്ളാഹുവാണ് ഈ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞതെങ്കിൽ കാര്യം അങ്ങനെ തന്നെ നടക്കും എന്ന് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞു ആയിഷ എന്നോട്, പടച്ചോനാണ് അങ്ങനെ തീരുമാനിച്ചത്, അങ്ങനെ തന്നെ നടക്കും. അത് ആയിഷയുടെ ഒരു മോഹമായിരുന്നു റളിയല്ലാഹു അൻഹാ. അതിനുശേഷമാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ യാത്രയിൽ ആയിഷയുടെ ഫോട്ടോ ആകാശലോകത്ത് വെച്ച് കണ്ടു. ഉമ്മുഹാനിയുടെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് അവിടെ വിശ്രമിക്കുകയാണ്. ആ സമയത്താണ് മഹാനായിരിക്കുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാകുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ആരെന്നറിയുമോ? മഹദി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹദി ഭാര്യയാകുന്ന ഖൗല ബിൻത് ഹകീം റളിയല്ലാഹു തആല അൻഹ. ഖൗല വന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഖൗല ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജ് കഴിഞ്ഞുകൊണ്ടുള്ള വിശ്രമഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അലാ തുസവ്വിജു, നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യ വഫാത്തായല്ലോ നബിയെ, ഖദീജ മരണപ്പെട്ടു പോയല്ലോ. വിഭാരീയനായി ഭാര്യയില്ലാത്തവനായാണല്ലോ നബിയെ തങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്കൊരു കല്യാണം നടക്കണ്ടയോ യാ റസൂലല്ലാഹ്? ശ്രദ്ധിക്കണേ, ഇതെപ്പോഴാണെന്നറിയോ? മിഅ്റാജ് കഴിഞ്ഞ് വരുമ്പോൾ ആകാശ ലോകത്ത് വെച്ച് പട്ടുറുമാലിൽ പൊതിഞ്ഞ ആയിഷയുടെ ചിത്രം കണ്ടുകൊണ്ട് ജിബ്രീൽ പറഞ്ഞിട്ടുണ്ട്, നബിയെ തങ്ങളുടെ ദുനിയാവിലെ ആഖിറത്തിലെ ഇണയാണിത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നബി സ്വപ്നത്തിൽ വീണ്ടും ആ ചിത്രം ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞുകൊണ്ട്
വീണ്ടും മിഅ്റാജാനന്തരമുള്ള വിശ്രമഘട്ടത്തിലാണ് മഹദി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി അവറുകള് ഖൗല ബിൻതു ഹകീം റളിയല്ലാഹു തആല അൻഹ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുന്ന നബിയെ, തങ്ങൾക്കൊരു വിവാഹം വേണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ, ആരെയാണ് കെട്ടേണ്ടത്? ആരാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്? ഒരു പെണ്ണ് വന്നുകൊണ്ട് രണ്ട് പെണ്ണ് റെഡിയിലുണ്ട്. ഖൗല ബിൻതു ഹകീം റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് എന്ന് പറയുന്നത്. രണ്ട് പെണ്ണുണ്ട് റെഡിയിൽ. തങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ കന്യകയെ തന്നെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ വിധവയെ കല്യാണം കഴിക്കാം. രണ്ട് സ്ത്രീകൾ തങ്ങളുടെ ഭാര്യയാക്കാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫമനൽ ബിക്ർ, ആരാണ് ഈ കന്യക? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കന്യകയായ പെണ്ണാരാണ്? ഇതുവരെ വിവാഹത്തിന്റെ മധുരം നുകരാത്ത പെണ്ണാരാണ്? ആരാണ് നിങ്ങളുടെ മനസ്സിലുള്ള കന്യക? രണ്ട് പെണ്ണുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് ബിക്റാണ്, ഒന്ന് സയ്യിബാണ്, ഒന്ന് കന്യകയാണ്, ഒന്ന് വിധവയാണ്. ആരാണ് കന്യക എന്ന് നിങ്ങളൊന്ന് പറയുമോ? ആ സമയത്ത് ഖൗല ബിൻതു ഹകീം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, അതാരാണെന്നറിയുമോ? അഹബ്ബു ഖൽഖില്ലാഹി ഇലൈക്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മഹാനുണ്ടല്ലോ, അല്ലേ? തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളുടെ കൂട്ടത്തിൽ തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആളുണ്ടല്ലോ. അതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ലൗ കുന്നു മുത്തഖദൻ ഖലീലൻ ലത്തഖദു അബൂബക്കറിൻ ഖലീല, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ഒരു ആത്മമിത്രത്തെ, അതിലേസം കൊണ്ട് തിരിച്ചു നോക്കാൻ ബാക്ക് വോയിസ് കിട്ടാനാ ഇങ്ങോട്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ. അല്ലാഹു തആല എന്നോട് പറയാണ്, നിങ്ങളൊരു കൂട്ടുകാരൻ, നിങ്ങൾക്ക് നബിയെ തങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൂടെ ജീവിക്കാൻ ഒരാൾ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളെ തെരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞാൽ ലത്തഖതു അബൂബക്കറിൻ ഖലീല, അബൂബക്കറിനെ ഞാൻ എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനായി കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പുണ്യ നബിയുടെ പ്രിയപ്പെട്ട സഹചാരിയാണ്, ഏറ്റവും പ്രിയപ്പെട്ട അനുയായിയാണ്, അനുചരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചുമലിൽ വലത്തെ കൈവച്ചു, ഇപ്പുറത്തെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചുമലിൽ ഇടത്തെ കൈയും വെച്ചു. എന്നിട്ട് റസൂലുള്ള പള്ളിയിലേക്ക് നടന്നു വരികയാണ്, മസ്ജിദ് നബവിയിലേക്ക്, മദീന മുനവ്വറയിലേക്ക്. മസ്ജിദ് മദീന പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിലേക്ക് നടന്നു വരികയാണ്. രണ്ടുപേരുടെയും ചുമലിൽ കൈവച്ചുകൊണ്ട് വലത്തെ കൈവച്ചിരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലാണ്, ഇടത്തെ കൈവച്ചിരിക്കുന്നത് ഉമർ തങ്ങളുടെ ചുമലിലാണ്. നടുവിൽ അല്ലാഹുവിന്റെ റസൂൽ നിന്നുകൊണ്ട് കൂട്ടുകാര് വരുന്നത് പോലെ ഒരുമിച്ച് വരികയാണ്. ആ വരുന്ന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖിന്റെ മുഖത്ത് നോക്കി, ഉമർ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഹക്കദാ നുബ്അസു യൗമൽ ഖിയാമ. അത് വല്ലാത്തൊരു വാക്കാണ്. അല്ലാഹു നമുക്ക് ആ രംഗം കാണാൻ തൗഫീഖ് നൽകട്ടെ. നാളെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ എല്ലാവരും പേടിച്ചു വിറച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് ഓടി വരുമ്പോ ഞാനും അബൂബക്കറും ഉമറും ഇങ്ങനെയാണ് മഹ്ശറയിലേക്ക് വരിക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എങ്ങനെ? ചുമലിൽ കൈവച്ചു. ചുമലിൽ കൈവച്ചു കൊണ്ടുവരുമ്പോ ആ വരവിന് ടെൻഷൻ ഉണ്ടാവില്ല. അത് മനസ്സിലാക്കണേ. ടെൻഷനുള്ള ഒരിക്കലും ചുമലിൽ കൈവെക്കൂല. ചുമലിങ്ങനെ കൈവച്ച് സന്തോഷത്തോടുള്ള വരവിനാണ് ചുമലിൽ കൈവച്ചുകൊണ്ടുള്ള വരവ്. ഇങ്ങനെയാണ് ഈ നിലക്കാണ് ഖിയാമത്ത് നാളിൽ നമ്മൾ യാത്രയയക്കപ്പെടുക. അബൂബക്കറെ ഉമറെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ തന്നെയാണല്ലോ അവർ രണ്ടാളും കിടക്കുകയും ചെയ്യുന്നില്ലേ റസൂലുള്ളാഹിന്റെ അടുത്ത് തന്നെ. വേറെ എവിടെയും പോയി തെരഞ്ഞു പിടിക്കണ്ട, കാരണം കൂടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. മൃതങ്ങള് വഫാത്തിന്റെ ഘട്ടത്തിൽ ആയിഷാബിയുടെ അടുക്കിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഉമറിനെ പറഞ്ഞു വിടുകയാണ്, സലാം പറഞ്ഞു വിടുകയാണ്. ഈ ലോകത്തെ ഉമറിന്റെ അവസാനത്തെ സലാമാണെന്ന് ആയിഷയോട് പറയണേ. ഈ ലോകത്തെ എന്റെ അവസാനത്തെ സലാമാണെന്ന് ആയിഷയോട് പറയണേ. എനിക്കൊരു സലാം പറയാൻ ഈ ഉമർ റൂഹോടെ ആയുസ്സോടെ ബാക്കിയുണ്ടാകില്ല എന്ന് ആയിഷയ്ക്ക് ബോധ്യപ്പെട്ടേക്കാം.
എന്റെ സലാമെന്ന് അവസാനമായിട്ട് ആയിഷയോട് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ സലാം പറഞ്ഞതിനു ശേഷം ചോദിക്കേണ്ടത് അവർക്ക് അന്തിയുറങ്ങാൻ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ തൊട്ടടുത്ത് ഒരു ഖബറിന്റെ സ്ഥലം ബാക്കി കിടക്കുന്നുണ്ടല്ലോ, ആ സ്ഥലം ഈ പാപപ്പെട്ട ഉമറിന് സംഭാവന ചെയ്യുമോ എന്നൊന്ന് ആയിഷയോടൊന്ന് ചോദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ പറഞ്ഞു വിടുന്നത്. അവിടെ ചെന്നുകൊണ്ട് സലാം പറഞ്ഞു. ഇതിന്റെ ലാസ്റ്റ് സലാമാണ്. ഒരുപക്ഷെ ഞാൻ ഈ സലാം പറയുന്ന സമയത്ത് എന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നു കൊള്ളണമെന്നില്ല. കാരണം അബൂൽ ഉലത്തിന്റെ കഠിനമായ കുത്തേറ്റുകൊണ്ട് മിഹ്റാബിൽ പിടഞ്ഞു വീണ് കിടക്കുകയാണ് മദീന പള്ളിയുടെ മിഹ്റാബിൽ പിടഞ്ഞു വീണുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളെ സഹാബാക്കൾ താങ്ങിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ കിടന്നുകൊണ്ട് മരണത്തിന്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ പറഞ്ഞു വിടുന്നത് ആയിഷ ബിവിയുടെ അടുക്കലേക്ക്. അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ ഓരത്താണ് അന്തിയുറങ്ങുന്നത്, ഖബർ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ആ ഖബറിന്റെ തൊട്ടടുത്തൊരു ഖബറിന്റെ സ്ഥലം ബാക്കിയുണ്ട്. ആയിഷ ബിവി തന്റെ ഉപ്പയുടെ കൂടെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ ദുനിയാവിലും ആഖിറത്തിലും എന്റെ ഇണയാണെന്ന് ജിബ്രീൽ പരിചയപ്പെടുത്തിയ എന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ കൂടെ മരണാനന്തരവും എനിക്ക് കിടക്കാൻ കഴിയണമെന്ന് കൊതിച്ചുകൊണ്ട് മാറ്റിവെച്ച കബറിടമാണ്. ആ കബറിടം തനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. ആ കബറിടം എനിക്ക് സംഭാവനയായിട്ട് തരുമോ എന്ന് ഒന്ന് ചോദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയാണ്. ചെന്നുകൊണ്ട് സലാം പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് ആയിഷ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് അപകടം പറ്റിയത് ഓർത്തുകൊണ്ട് ഉടൻ തന്നെ ആയിഷ പറഞ്ഞു, ഞാൻ തന്നിരിക്കുന്നു, വാപ്പാൻ അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തോളൂ. അവിടെയാണ് ഉമർ തങ്ങൾ കിടക്കുന്നത്. രണ്ടാളും കിടക്കുന്ന അടുത്തടുത്താണ്. അതുകൊണ്ട് മഹ്ശറയിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ ഹാക്കദാ നുബഅസു യൗമൽ ഖിയാമ, നമ്മുടെ ഖിയാമത്ത് നാളിൽ ഇങ്ങനെയാണ് യാത്ര അയക്കപ്പെടുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വലത്തെ കൈ വെച്ചിരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കലാണ്, ചുമലിലാണ്. എപ്പോഴും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം. അത് മാത്രമല്ല ഒരുപാട് മഹത്വങ്ങളുണ്ടല്ലോ. എനിക്കൊരാളെ കുറിച്ച് നന്നായിട്ടറിയാം, അയാളുടെ വാപ്പാനെ കുറിച്ചറിയാം. അയാള് നാളെ സ്വർഗത്തിന്റെ അടുക്കലെത്തുമ്പോ സ്വർഗത്തിന്റെ 8 വാതിലുകളും അയാളെ കാണുമ്പോൾ തുറക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെടും. അത്ര മഹത്വമുള്ള ഒരാൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്ന് പേര് പറയാതെ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പരിചയപ്പെടുത്തിയപ്പോ സദസ്സിൽ നിന്നൊരു സഹാബി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ഹാദാ അലീമുൻ ശഅ്നുഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് വല്ലാത്തൊരു മഹത്വമുള്ള ആള് തന്നെയാണല്ലോ. ആരായിരിക്കും ആ മഹാൻ? പേരെന്ന് വെളിപ്പെടുത്താമോ? അള്ളാഹുവിന്റെ മുത്തുനബി തന്റെ കൂടെ ഇരിക്കുന്ന തന്റെ മുൻസഫിൽ, ഒന്നാമത്തെ സഫിൽ തന്നെ തുടർന്നുകൊണ്ട് നിസ്കരിക്കുന്ന വലതുഭാഗത്തെ ആദ്യത്തെ മെമ്പർ, ഒന്നാം സഫിന്റെ വലതുഭാഗത്തെ ആദ്യത്തെ ഒന്നാമത്തെ മെമ്പർ, എല്ലാ ജമാഅത്തിലും ഒന്നാമത്തെ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദാ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, ഈ ഇരിക്കുന്ന അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ സിദ്ദീഖാണ് ഞാൻ ഉദ്ദേശിച്ച മഹാൻ. അദ്ദേഹം സ്വർഗത്തിന്റെ അടുക്കലെത്തുമ്പോ സ്വർഗത്തിന്റെ 8 വാതിലുകളും അയാളുടെ മുമ്പിൽ പലർക്കെ തുറക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മഹാന്റെ മകളാണ് ഖൗല ബിന്ത് ഹകീം റളിയല്ലാഹു തആല അൻഹ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാ തുസവ്വിജു, നിങ്ങൾക്കൊരു വിവാഹം വേണ്ടയോ നബിയേ? ഖദീജ വഫാത്തായി പോയി, വിഭാര്യനായി ജീവിക്കുകയാണ്. അതുകൊണ്ടൊരു ഭാര്യ വേണ്ടേ, ഒരു ഇണ വേണ്ടേ, ഒരു ജീവിതം വേണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ വിശ്രമവേളയിൽ ചോദിച്ചു, ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ ഇണയായി വരാൻ? ആരാണ് ഒരുക്കമുള്ളത്? ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നബിയെ കന്യകയെ തന്നെ കല്യാണം കഴിക്കാം, ഒരു കന്യക റെഡിയിൽ ഒരുക്കമുണ്ട്. ഇനി അല്ല വിധവയാണ് വേണ്ടതെങ്കിൽ വിധവയെ കല്യാണം കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് വിധവയായ ഖദീജ ബീവിയെയാണല്ലോ. അതുകൊണ്ട് വിധവയെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം. റസൂൽ ചോദിച്ചു, ഫമനിൽ ബിക്കർ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിക്കർ ആരാണ്, കന്യകയാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നബിയെ
അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടല്ലോ ഭൂമിയിൽ, അതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹാനായ മനുഷ്യന്റെ മകളാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. അവരൊരുക്കമാണ്. അപ്പൊ നബി ചോദിച്ചു. അപ്പൊ ആ ചോദ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കന്യകയേക്കാൾ വിധവയേക്കാൾ അള്ളാഹുവിന്റെ റസൂൽ കന്യകയെ പ്രാധാന്യം കൊടുത്തു എന്ന് വരും. അതില്ലാതിരിക്കാൻ വേണ്ടി നബി അടുത്ത ചോദ്യം മനിസയ്യിബു, ഇനി നിങ്ങൾ പറഞ്ഞ വിധവയാരാണ്? ഒന്നും കൂടി കേൾക്കേണ്ടത് ആരായിരിക്കും? അപ്പൊ അതിന്റെ മുമ്പ് എന്താക്കിയിട്ടുണ്ട്? അല്ലാഹു തആല ജിബ്രീലിന്റെ കയ്യിൽ ഫോട്ടോ കൊടുത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഉറക്കത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബിക്കറിയാം എന്റെ ജീവിതത്തിലേക്ക് അടുത്തായി കടന്നു വരുന്നത് കന്യകയായ ആയിഷയാണ്, സിദ്ദീഖിന്റെ മകളാണ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ചോദിച്ചു മനിസയ്യിബ്, ആരാണ് വിധവ? പറയുമോ? പറഞ്ഞു നബിയെ സൗദാ ബിന്തു സൽഹ, സമ്അത്തിന്റെ മകൾ സൗദാ ബീവിയാണ് നബിയെ. വഫാത്തുൽ മുസ്തഫ خيرن فاخترن النبي المقتفى عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات المرضية. നബിയെ തങ്ങൾക്ക് വിധവയാണ് വേണ്ടതെങ്കിൽ സൗദാ ബിന്തു സംഹ, സംഹത്തിന്റെ മകൾ സൗദയും ഒരുക്കമുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയെ ഇന്നലെ വരെ സമ്മയുടെ മകൾ സൗദ ഇസ്ലാമിന് പുറത്തായിരുന്നു, പക്ഷേ ഇന്നവർ വിശ്വസിച്ചിരിക്കുന്നു, ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു, മൂമിനത്തായിരിക്കുന്നു. അബൂബക്കറിന്റെ മകൾ നേരത്തെ ഈ മൂമിനത്തായവളാണ്, ഈമാൻ ഉൾക്കൊണ്ടവരാണ്. എന്നാൽ സമ്മയുടെ മകൾ സൗദ ഈമാൻ പുൽകിയിരിക്കുന്ന നബിയെ തങ്ങളിൽ ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്നു. കത് ആമനത്ത് നബിയെ തങ്ങളിൽ ഈമാൻ ഉൾക്കൊള്ളുകയും തങ്ങളെ അനുകരിക്കാൻ, തങ്ങളെ അനുധാവനം ചെയ്യാൻ, പിൻപറ്റാൻ അവർ ഒരുങ്ങുകയും ചെയ്തിരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഖൗല, നിങ്ങളൊരു കാര്യം ചെയ്യൂ ഖൗല, ഈ വിവരം ചെന്നുകൊണ്ട് രണ്ടുപേരോടും ഈ കാര്യം നിങ്ങളൊന്ന് പറയൂ. സൗദയോട് ചെന്നുകൊണ്ട് പറയൂ, റസൂലുള്ളാഹിക്ക് നിങ്ങൾ ഇണയാകാൻ തയ്യാറാണോ? ആയിഷയോടൊന്ന് ചെന്ന് പറയൂ, റസൂലുള്ളാഹിക്ക് ഇണയാകാൻ നിങ്ങൾ തയ്യാറാണോ എന്നൊന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വിവരം അനുസരിച്ചുകൊണ്ട് ഖൗല ബിൻത് ഹകീം റളിയല്ലാഹു തആല ചെല്ലുകയാണ്. എങ്ങോട്ടെന്ന് അറിയുമോ? ആയിഷ ബിബി റളിയല്ലാഹു തആലയുടെ പ്രിയപ്പെട്ട മിതമാതാവാകുന്ന ഉമ്മു റുമാൻ ബീവിയുടെ അടുക്കലേക്ക്, അബൂബക്കർ സിദ്ദീഖിന്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷ ബിയുടെ ഉമ്മയാകുന്ന ഉമ്മു റുമാൻ ബീവിയിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, എന്തെന്നറിയുമോ? ഫൈദാ അദ്ഖലല്ലാഹു അലൈകി മിനൽ ഖൈരി വൽ ബറക യാ ഉമ്മു റുമാൻ. ഓ ഉമ്മു റുമാൻ ബീവി, ആയിഷയുടെ ഉമ്മാനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് ഖൈറും ബറക്കത്തും കടന്നു വരുന്നതിൽ നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ വീട്ടിലേക്ക് ഖൈറും ബറക്കത്തും കടന്നു വരുന്നത് നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ? എന്തായി ഖൈറും ബറക്കത്തും? ഒരു പുതിയാപ്പള വരാൻ പോവാണ്. ഏതെങ്കിലും പുതിയാപ്പളയല്ല, പിന്നെ അള്ളാഹുവിന്റെ ഭൂമി ലോകത്തെ ഈ നിലയ്ക്ക് പ്രദീപ്തമാക്കി പ്രകാശിപ്പിച്ച ഏറ്റവും അമൂല്യമായ പ്രകാശഗോപുരം. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂരി. നബിയെ തങ്ങളെ കണ്ടുകൊണ്ട് ചന്ദ്രബിംബം പോലും നാണിച്ചു പോകുന്ന നബിയെ, സൂര്യഗോളം പോലും നബിയെ തങ്ങളെ കണ്ടുകൊണ്ട് നാണിച്ചു പോകുന്ന വല്ലാത്തൊരു പ്രകാശമാണ് തങ്ങൾക്ക്. അല്ലാഹുവിന്റെ റസൂലേ, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, തങ്ങളെങ്ങാനും ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല എന്നാണല്ലോ ആപ്തവാക്യം. ആ നിലക്ക് അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത അല്ലാഹുവിന്റെ ഖൈറും ബറക്കത്തും ഉമ്മു റുമാൻ ബീവി, നിങ്ങളുടെ പടി കടന്നുകൊണ്ട് അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്നതിന് നിങ്ങൾക്ക് വല്ല വിരോധവുമുണ്ടോ എന്ന് ഖൗല ബിൻത് ഹകീം റളിയല്ലാഹു തആല ചോദിച്ചപ്പോ മഹർ ചോദിച്ചു, എന്താണ് വമാദാക, നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലല്ലോ ഖൗല. എന്താ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഖൈറും ബറക്കത്തും വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ അവിടെ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു ഒമാദാക്ക, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പൊ പറഞ്ഞു അർസലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അള്ളാഹുവിന്റെ റസൂലാണ്. എന്തിന്?
അഖ്തിബു അലൈഹി ആയിഷ, ആയിഷയെ നബിക്ക് കെട്ടിച്ചു കൊടുക്കുമോ എന്ന് അന്വേഷിക്കാൻ റളിയല്ലാഹു അൻഹു. ഉമ്മാക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ കഴിയില്ല. റസൂലുള്ളാഹിന്ന് വിചാരിച്ചിട്ട് ഉമ്മാക്ക് പെട്ടെന്ന്, അവിടെയാണ് പെണ്ണുങ്ങൾ ചിന്തിക്കേണ്ടത്. എത്ര വലിയ സൗഭാഗ്യമാണെങ്കിലും എന്നാ വന്നോട്ടെ എന്ന് പറയുന്നതിന് മുന്നേ ആരോട് ചോദിക്കണം? ഭർത്താവിനോട് ചോദിക്കണം. റസൂലുള്ളാഹിനേക്കാൾ വലിയൊരു നിയമത്ത് വീട്ടിലേക്ക് വരാനില്ലല്ലോ. ഖൗല ചെന്നുകൊണ്ട് പറയുന്നത്. അപ്പൊ വിവാഹത്തിന്റെ ബ്രോക്കർ പണി ഇവിടെ നിർവഹിക്കുന്നത്, ദുനിയാവിൽ നിർവഹിക്കുന്നത് ഖൗലയാണ്. ആരാ ഖൗല? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹക്കീമിന്റെ മകൾ ഖൗല ബിബി റളിയല്ലാഹു അൻഹയാണ്. അല്ലാഹുവിന്റെ റസൂലാണ് എന്നെ പറഞ്ഞയച്ചത്. പൊന്നാര നബിക്ക് നിങ്ങളുടെ പൊന്നുമകൾ ആയിഷയെ ഇണയായി നൽകുമോ എന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആ വിവരം നിങ്ങളോടാണ് ഞാൻ വന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയുമോ? ഇത് കേൾക്കേണ്ട താമസം റസൂലുള്ളാഹിനെ കിട്ടില്ലേ പുതിയാപ്പിളയായിട്ട്? അല്ലേ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ സൗദാ ബീവിയുടെ ഹഫ്സാ ബീവിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പുതിയാപ്പിളനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ചരിത്രം പറയുന്നു പുതിയാപ്പിള അന്വേഷിച്ച് നടക്കാൻ. അങ്ങനെ ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ, വഴിയോരത്ത് കണ്ടപ്പോ മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഉമർ തങ്ങളെ ഇങ്ങനെ ഒരു സങ്കടത്തോടെ നടക്കുന്നേ? മോളെ പുതിയാപ്പിള നഷ്ടപ്പെട്ടുള്ള സങ്കടാണോ? മോളെ കെട്ടിക്കണ്ടേ നമുക്ക് എന്ന് ചോദിച്ചു. ഉടനെ നമ്മൾ കെട്ടിക്കണോ? എന്താ നിങ്ങൾ കെട്ടുന്നോന്ന് ചോദിച്ചു. അങ്ങനെയാ പുതിയാപ്പിളനെ അന്വേഷിക്കല് പഴയ കാലത്ത്. എന്നാ നിങ്ങൾ കെട്ടുന്നോ? മഹാനായിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത ലജ്ജയുള്ള ആളാണ്. മെല്ലെ തല താഴ്ത്തിയിട്ട് മുഖം പൊത്തിയിട്ട് ഒന്നും മിണ്ടിയില്ല, മിണ്ടാണ്ടാണ് പോയി. ചോദിച്ച് കുടുങ്ങിപ്പോയവനായി. കെട്ടിയാൽ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അത് അങ്ങനെ മോഹം വെച്ചുകൊണ്ട് ചോദിച്ചാണെന്നൊരു ജാള്യത. ഉമർ തങ്ങൾ എന്താ ഒന്നും മിണ്ടാണ്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ട് മുന്നോട്ട് നടക്കുമ്പോ മഹാനായിരിക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. ഉമർ തങ്ങളെക്കാളും പ്രായക്കൂടുതലുള്ള ആളാണ്. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, എന്തേ ഉമറെ ഇങ്ങനെ ഓടുന്നത്? എങ്ങോട്ടാ? മകൾക്ക് പുതിയ ആപ്പിളയെ തേടി നടക്കുകയാണോ? ഉമർ തങ്ങൾ പറഞ്ഞു, നിഅമ്മതേ, നിങ്ങൾക്ക് കെട്ടിച്ചു തന്നാൽ നിങ്ങൾ കെട്ടുമോ? ആരോടാ ചോദിക്കണത്? അബൂബക്കർ സിദ്ദീഖിനോട്. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ആലോചിച്ചിട്ട് പറയാന്ന്. ആലോചിക്കാൻ എന്തിരിക്കണു? കെട്ടാണെ കെട്ടുക, അല്ലെങ്കിൽ അല്ലാതെ രണ്ടാമത് പറയല്ലാതെ. അതും പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ കയറി ചെല്ലുന്ന റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്കാണ്. പൊന്നാര നബിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നബിയെ, ഉസ്മാനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു, എന്റെ മോളെ കെട്ടുമെന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാണ്ട് തലയും താത്തി ഒറ്റ പോക്ക് പോയി. അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചപ്പോ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ എനിക്ക് കെട്ടിച്ചു തന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം നടന്ന് ആ കല്യാണത്തിന്റെ സദസ്സിൽ, ആ നിക്കാഹിന്റെ വേദിയിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ഉസ്മാൻ തങ്ങളുണ്ട്, അബൂബക്കർ സിദ്ദീഖുണ്ട്. നിക്കാഹിൽ കഴിഞ്ഞ ഉടനെ തന്നെ, ബറക്കത്തിനുണ്ട് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ ഉമർ തങ്ങൾ രണ്ടുപേരെയും ഒരു നോട്ടം, അർത്ഥം വെച്ചൊരു നോട്ടം. ആരെ? അബൂബക്കർ സിദ്ദീഖിന്റെ മുഖത്തൊരു നോട്ടം. അപ്പൊ എങ്ങനെ ഉണ്ടോ? അന്ന് ഇഞ്ഞ് കെട്ടിക്കുണ്ടെങ്കിൽ ഈ പിയാപ്പിളനൊക്കെ കിട്ടുമായിരുന്നോ? ഉസ്മാനെ എങ്ങനെയുണ്ട്? ആന്ന് നീ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പുതിയാപ്പിള എനിക്ക് എന്റെ മോക്ക് കിട്ടുമായിരുന്നോ? കണ്ടില്ലേ, എന്റെ മകള് എവിടെയും തോറ്റിട്ടില്ല. ആ അർത്ഥം വെച്ച നോട്ടം മനസ്സിലാക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖും ഉസ്മാൻ തങ്ങളും ഉമർ തങ്ങളോട് പറഞ്ഞു, നബിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാമെന്ന് മറുപടി പറയുന്നത്. അപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അഭ്യർത്ഥന ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് ഉമ്മുർമാൻ ബീവിയോട്. ചെന്ന് ചോദിച്ചപ്പോൾ ഉമ്മുർമാൻ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സലീനി, എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞപ്പോ ഉമ്മുർമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉൻദുരി അബൂബക്കർ, അബൂബക്കറിനോട് കൂടി ഒന്ന് ചോദിക്കണം. അബൂബക്കറിന്റെ മോളാണല്ലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂബക്കർ സിദ്ദീഖിനോടൊന്ന് ചോദിക്കണം. ഹത്താ യഅതി, അവരൊന്ന് വന്നോട്ടെ, എന്നിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങളും ഒന്ന് ചോദിച്ചു നോക്ക്, മോളെ റസൂലുള്ളാഹിക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഒരുക്കമാണോ എന്നുള്ളത്. ഇവിടെ വലിയൊരു പാഠമുണ്ട് പെങ്ങളെ. എന്ത് വലിയ സൗഭാഗ്യം നിന്റെ മുമ്പിൽ വരികയാണെങ്കിലും, ഒരു മാക്സിക്കാരൻ ഒരു മാക്സിന്റെ ബാഗ് കൊടുത്ത് നമ്മുടെ പുരയിൽ വന്നു. കാഴ്ചക്ക് നല്ല മുഞ്ചുള്ള മാക്സിയാണ്, വിലയും കുറവാണ്. നമുക്ക് ബോധ്യപ്പെട്ട നമ്മളെന്താ ചെയ്യാ? പെണ്ണുങ്ങള് അത് ഭർത്താവിനോട് ചോദിക്കാൻ നിൽക്കുക. അത് അദബല്ല. ഒരു മാക്സിന്റെ മൊഞ്ചല്ലല്ലോ ഇവിടെ റസൂലുള്ളാഹിന്റെ മൊഞ്ച്. ചോദിക്കുന്ന തന്നെ നിങ്ങളുടെ പടി കടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഖൈറും ബറക്കത്തും കടന്നു വരുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ആരോടാ ചോദിക്കുന്നത്? ആയിഷ ബിബിക്ക് മലയൂട്ടി വളർത്തുകൾ വാരിദാത്തി യുർലീന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ.
2 കൊല്ലം പൂർണ്ണമായും മുല കൊടുത്ത് വളർത്താൻ ഭാഗ്യം ലഭിച്ച, നൊന്ത് പ്രസവിച്ച് പ്രസവത്തിന്റെ പേറ്റുകമ്പലം അനുഭവിച്ചുകൊണ്ട് നൊന്തുപറ്റ സ്വന്തം ഉമ്മയാണ് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെ ഒരു മണവാളനായി പുതിയാപ്പിളയായി വീട്ടിൽ കെട്ടുമെന്ന ആനന്ദത്തിനപ്പുറം എന്റെ ഭർത്താവുണ്ട് ഇവിടെ നിയന്ത്രണകർത്താവ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അല്ലേ? ആണുങ്ങളല്ല പെണ്ണുങ്ങളല്ല വീട്ടിൽ തീരുമാനമെടുക്കേണ്ടത്, പിന്നെ ആരാണ്? എന്താ മുണ്ടാത്തങ്ങള്? പെണ്ണുങ്ങളല്ല തീരുമാനം എടുക്കേണ്ടത്, ആണുങ്ങളാണ്. പഠിപ്പിക്കുകയാണ് ഖൗലാ ബിന്തു ഹകീം റളിയല്ലാഹു തആല അൻഹയോട്, ഉസ്മാൻ ഇബ്നു മദൂൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയോട് പുന്നാര നബിക്ക് വിവാഹാഭ്യർത്ഥന നടത്തിക്കൊണ്ട് ചെന്ന മഹദിയോട് ഉമ്മു റുമാൻ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇവിടെ എന്റെ തീരുമാനത്തിനല്ല പ്രാബല്യമുള്ളത്, അതുകൊണ്ടൊന്ന് താമസിക്കണേ, ഒന്ന് സമാധാനിക്കണേ. അബൂബക്കർ ഒന്ന് വന്നോട്ടെ, ഹത്താ യതീനി ഒന്ന് വന്നോട്ടെ, വന്നിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്നിട്ട് പറയാം മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ മഹദി ഖൗലാ ബീവി തന്നെ അതാ വിഷയം അവതരിപ്പിക്കുകയാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ അബൂബക്കർ മാദാ അദ്ഖലല്ലാഹു അലൈക മിനൽ ഖൈരി വൽ ബറക, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് റബ്ബിന്റെ ഖൈറും ബറക്കത്തും കടന്നു വരുന്നതിന് നിങ്ങൾക്ക് വല്ല വിരോധവുമുണ്ടോ? അതേ ചോദ്യം തന്നെയാണ്, നേരാ നേർക്കുള്ള ചോദ്യമല്ല. പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് റബ്ബിന്റെ ഖൈറും ബറക്കത്തും കടന്നു വരുന്നതിന് നിങ്ങൾക്ക് വല്ല വിരോധവുമുണ്ടോ ചോദിച്ചപ്പോൾ മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാര്യം മനസ്സിലായില്ല. ചോദിച്ചു, ഓമാദാക, എന്തായിരിക്കും അത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഖൈറും ബറക്കത്തും എന്താണ്? അപ്പൊ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞു വിട്ടതാണ്, ആയിഷക്ക് റസൂലുള്ളാഹി ഭർത്താവായി വരാൻ നബിക്കൊരു മോഹമുണ്ട്, നിങ്ങൾ സമ്മതിക്കുമോ? മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിഴല് പോലെ ജീവിതം പങ്കിട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹൽ തസ്ലഹു ലഹു, അത് പറ്റോ ഖൗല, അത് പറ്റുമോ ഖൗല? റസൂലുള്ളാഹിക്ക് ആയിഷ ഇണയാകാൻ പറ്റുമോ ഖൗല? എന്തുകൊണ്ടെന്നറിയുമോ? ഇന്നമാ ഹിയ ഇബ്നത്തു അഖീ, റസൂലുള്ളാഹിന്റെ സ്വന്തം സഹോദരന്റെ മകളാണല്ലോ ആയിഷ. എങ്ങനെ സ്വന്തം സഹോദരൻ എന്ന് പറഞ്ഞത്? സ്വന്തം സഹോദരൻ പറഞ്ഞ ഏട്ടൻ അനുജന്റെ മാതിരിയാണ് രണ്ടുപേരും തമ്മിലുള്ള ജീവിതം. കുടുംബബന്ധമല്ല പറഞ്ഞത്, ഉറ്റ സുഹൃത്താണ്, സ്വന്തം ജ്യേഷ്ഠനേക്കാൾ അടുപ്പമാണ് അബൂബക്കർ സിദ്ദീഖിന്. അത് കേട്ടപ്പോൾ പിന്നെ ഖൗല വിധി പറയേണ്ടത് നബിയാണ്, അല്ലേ? ഇവിടെ വിധി പറയേണ്ട നബിയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. ഇത് പറ്റുമോ പറ്റൂലേ എന്ന് പറയേണ്ടത്. ഖൗല മറുപടിയൊന്നും പറഞ്ഞില്ല, നേരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നു. ഫറജഅത ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഈ കാര്യം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ പ്രതികരണം അറിയിച്ചു. ഇങ്ങനെ പറഞ്ഞു, നബിയെ, തങ്ങൾക്ക് ആയിഷയെ വിവാഹം ചെയ്യാൻ പറ്റുമോ? സഹോദരന്റെ മകളാണ് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പ്രിയപ്പെട്ട ഖൗല, നിങ്ങൾ ഇർജിഇ ഇലൈഹി, നിങ്ങൾ ഒന്നുകൂടി തിരിച്ചു പോകണം. എങ്ങോട്ട്? അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കലേക്ക്. എന്നിട്ട് പറയണം അവരോട് എന്തെന്നറിയുമോ? അനാ അഖൂക വ അൻത അഖീ, നിങ്ങൾ എന്റെ സഹോദരൻ, ഞാൻ നിങ്ങളുടെ സഹോദരനുമാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദരനാണ് നിങ്ങളെന്നും നിങ്ങൾ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ കുടുംബത്തിലുള്ള സഹോദരനല്ല, ഫിൽ ഇസ്ലാം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ എല്ലാവരും സഹോദരങ്ങളാണ്. അത് കുടുംബത്തിന്റെ സഹോദര്യമല്ല, ഈമാനിന്റെ സാഹോദര്യമാണ്. ഈമാനിന്റെ സാഹോദര്യം കുടുംബ സാഹോദര്യത്തിന്റെ നിഷിദ്ധമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് വബുറത്തക തുസ്ലഹു ലഹു, നിങ്ങളുടെ മകൾ എന്തുകൊണ്ടും റസൂലുള്ളാഹിക്ക് ഇണയാകാൻ പറ്റുമെന്ന കാര്യം പറയണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കലേക്ക് ഖൗലയെ പറഞ്ഞയച്ചുകൊണ്ട് പറയിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിവരം അള്ളാഹുവിന്റെ റസൂൽ വന്നുകൊണ്ട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ഇണയാകാൻ ആയിഷ ബീവിയെ കെട്ടിച്ചു കൊടുക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറാവുകയാണ്. വിവാഹം നടത്താൻ ഏറ്റവും നല്ല മാസം ഏതാണെന്നറിയോ? മുഹറം മുതൽ ദുൽഹിജ്ജ വരെ 12 മാസങ്ങളാണ് ഒരു കൊല്ലത്തിലുള്ളത്. ഇംഗ്ലീഷ് മാസം വിടും, നമ്മുടെ കണക്ക് അറബി മാസം. അതിൽ ഏറ്റവും നല്ല മാസം ഏതാ വിവാഹം നടത്താൻ? ഏതാണ് മനുഷ്യന്മാരെ? പെണ്ണുങ്ങളാ പറയുന്നത്, പെണ്ണുങ്ങളല്ലേ പറഞ്ഞേ? ശവ്വാൽ. അതിന് ഞാൻ അടിവരയിടുന്നു, ശവ്വാലാണ് ഏറ്റവും നല്ലത്.
വിവാഹത്തിന് ഏറ്റവും നല്ല റമദാൻ കഴിഞ്ഞ ഉടനെയുള്ള മാസമാണ്. സുന്നത്താണ് ആ മാസത്തിൽ വിവാഹം നടക്കൽ എന്ന് കരുതി നമ്മൾ ഒന്നും കൂടി കെട്ടാൻ വേണ്ടി തീരുമാനിക്കാനല്ല പറഞ്ഞത്. നമ്മുടെ മക്കളുടെ കല്യാണങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ എപ്പോഴാ തീരുമാനിക്കാൻ നല്ലത്? എന്തുകൊണ്ട്? ഹൗല ഈ വിവരം ചെന്ന അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, 100% ഞാൻ സമ്മതം തരുന്നു. എന്റെ മകൾക്ക് നല്ല ഒരു ഭർത്താവിന് ലഭിച്ചല്ലോ. വയസ്സ് നോക്കിയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന് 53-ാമത്തെ വയസ്സാണ്, 52-ാമത്തെ വയസ്സാണ്. അന്ന് ആയിഷ ബീവിയുടെ വയസ്സോ 6-ാമത്തെ വയസ്സാണ്. വിഷയത്തിലേക്ക് വരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വന്തം വാപ്പയേക്കാൾ പ്രായ കൂടുതൽ ആർക്കുണ്ട്? പുതിയാപ്പിളക്കുണ്ട്. മകളെ കെട്ടാൻ പോകുന്ന പുതിയാപ്പിളക്ക് വാപ്പാനേക്കാളും വയസ്സുണ്ട്. വയസ്സൊരു മാനദണ്ഡമല്ല. ഇസ്ലാമിന്റെ വിവാഹത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് സമ്മതം കൊടുത്തു. നബിയുടെ 44-ാമത്തെ വയസ്സിലാണെന്നാണ് പ്രബലാഭിപ്രായം. അള്ളാഹുവിന്റെ റസൂല് ആയിഷയെ കല്യാണം കഴിക്കുന്നത് 44-ാമത്തെ വയസ്സിലാണെന്ന് പറയപ്പെടുന്നുണ്ട് ഒരഭിപ്രായത്തിൽ. ഏതോ ആവട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ചരിത്രഗതികളിൽ മാറ്റം വരും. അങ്ങനെയല്ല, മിഹ്റാജ് കഴിഞ്ഞ് വന്നിട്ടാണെന്നാണ് പ്രബലാഭിപ്രായം. നബുവത്തിന്റെ 10-ാമത്തെ കൊല്ലമാണ് അള്ളാഹുവിന്റെ റസൂല് ശവ്വാൽ മാസത്തിലാണ് ആയിഷയെ കല്യാണം കഴിക്കുന്നത്. ശവ്വാൽ മാസത്തിലാണ് 400 ദിർഹം മഹർ നൽകിക്കൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ കല്യാണം നിക്കാഹ് നടന്നു. വലീമത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മഹാനായിരിക്കുന്ന സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല കൊടുത്തയച്ചിരുന്നു. കുറച്ച് ഉണക്ക മുന്തിരി കൊണ്ട് കൊടുത്തിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ. ഉണങ്ങിയ മുന്തിരി കൊടുത്തയച്ചിരുന്നു. ആ ഉണങ്ങിയ മുന്തിരി കൊണ്ടുണ്ടാക്കിയ ഒരുതരം വിഭവമാണ് ആയിഷയുടെ വിവാഹാനന്തരമുള്ള വലീമത്തായിട്ട് വിതരണം ചെയ്യപ്പെട്ടത്. ആയിഷ പറയുന്നു, എന്റെ കല്യാണത്തിന്റെ പേരിൽ ഒരു ഒട്ടകത്തിനെയും അറുത്തിട്ടില്ല, ഒരാടിനെയും അറുത്തിട്ടില്ല. പിന്നെ എന്താ കൊടുത്തത്? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് മഹാനായിരിക്കുന്ന സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു വട്ടിയിൽ ഉണക്കമുന്തിരി കൊടുത്തയച്ചു. അത് വിതരണം ചെയ്തുകൊണ്ടാണ് എന്റെ വലീമത്ത് നൽകിയത്. ആ നിലക്കെന്റെ വിവാഹം റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ഞാൻ പൊന്നാര നബിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. എന്നിട്ട് ഫസവ്വജഹാ അബാഹു വആയിഷത്തു യൗമൈദിൻ ബിന്തു 6 സിനീൻ. ആയിഷാവിക്ക് 6 വയസ്സുള്ള സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ആയിഷയെ കല്യാണം കഴിച്ചു കൊടുത്തു. 6 വയസ്സിൽ നിക്കാഹ് നടന്നു എന്നല്ലാതെ ശാരീരികമായുള്ള സഹശയനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നടത്തിയില്ല. വീണ്ടും ഒരു 3 കൊല്ലം പിന്നിട്ടു. ആയിഷാ ബീവിക്ക് 9 വയസ്സായി. ഒരു പെണ്ണിന്റെ ഗർഭമതിയാകുന്ന പ്രായപരിധി എത്തിയപ്പോൾ 9-ാമത്തെ വയസ്സിൽ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീവിയുമായിട്ട് വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു. ഒന്നിച്ചു മണിയറ പങ്കിട്ടു. ആയിഷയ്ക്ക് 9 വയസ്സുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആയിഷാബിയെ വിട്ടുപിരിഞ്ഞുകൊണ്ട് മരണത്തെ സ്വീകരിക്കുമ്പോ ആയിഷാബിയുടെ പ്രായം എത്രയാണെന്നറിയുമോ? 18 വയസ്സുള്ള സമയത്താണ് ആയിഷാ ബീവിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ആകെ എത്ര കൊല്ലം നബിക്ക് ആയിഷയുടെ കൂടെ ജീവിതം കിട്ടിയത്? 9 കൊല്ലം. അവിടെ അടിവരായിട്ട് സൂക്ഷിക്കണേ, 9 കൊല്ലം. ഇനി അയിമൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് മാതൃക ആയിഷയാണെന്ന് പറയാൻ പോകുന്നത്. കല്യാണം കഴിക്കുന്നതിലൊക്കെ ഒരുപാട് മാതൃകകൾ നമുക്കുണ്ട്. കാരണം തഖ്വയും ഈമാനും എനിക്ക് നൽകാൻ പറ്റുന്ന ഒരു ഭർത്താവിന്റെ കൂടെ പ്രായം പ്രശ്നമാക്കാതെ ജീവിതം പങ്കിടാൻ സന്മനസ് കാണിച്ച കുരുന്നു പ്രായക്കാരിയാണ് ആയിഷ ബീവി. ആഗ്രഹിച്ചത് ദുനിയാവിലെ സുഖത്തിനപ്പുറം ആഖിറത്തിലെ വിജയമായിരുന്നു. അതാണ് നമ്മളും ആഗ്രഹിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നോക്കണം. അപ്പൊ 6-ാമത്തെ വയസ്സിൽ നിക്കാഹ് നടന്നു. 9-ാമത്തെ വയസ്സ് മുതൽ നബി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. 18-ാമത്തെ വയസ്സായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. 9 കൊല്ലം നബിക്ക് ആയിഷാ ബീവിക്ക് നബിയുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു. ആയിഷാ ബീവി റളിയല്ലാഹു തആല അന്നയോട് അല്ലാഹുവിന്റെ റസൂലിനെ ഏറെ ഇഷ്ടമായിരുന്നു. ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട മഹതിയായിരുന്നു ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ.
എന്തുകൊണ്ടെന്നറിയുമോ? ചില കാരണങ്ങളുണ്ട്. അതിന് ഒന്നാമത്തേത് സുദ്ദീഖിന്റെ മകളായിരുന്നല്ലോ ആയിഷ. അതുകൊണ്ട് തന്നെ ആയിഷയോട് വല്ലാത്ത സ്നേഹമായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്. രണ്ടാമത്തെ പോലെ ഖദീജ ബീവിയേക്കാൾ ഇൽമുള്ളവരായിരുന്നു ആര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. രണ്ട് കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, ആയിഷ ബീവി ഖദീജ ബീവിനോട് റസൂലുള്ളാഹിക്ക് സ്നേഹം കൂടുതൽ. ഖദീജ ബീവിയോടൊരു സ്നേഹമുണ്ട്, പക്ഷേ അത് ആയിഷ ബീവിയുടെ സ്നേഹത്തെ മറികടക്കുന്ന സ്നേഹമായിരുന്നില്ല. ആയിഷ ബീവിയുള്ള സ്നേഹത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട മാനദണ്ഡം ഒന്ന്, അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണെന്ന സ്നേഹമാണ്. മറ്റൊന്ന്, ഖദീജയേക്കാൾ കൂടുതൽ ഇൽമുള്ളവരാണ് ആയിഷ എന്ന സ്നേഹമാണ്. അത് മാത്രമല്ല, എന്തേ അബൂബക്കർ സിദ്ദീഖിന്റെ മകളോട് ഇത്ര സ്നേഹമുണ്ടാകാൻ കാരണം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അവ്വലു മൻ അസ്ലമ മിനർ റിജാലി അബൂബക്കർ. ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അവരുടെ മകളാകുന്ന ആയിഷയോട് അതുകൊണ്ട് തന്നെ എനിക്ക് സുഖമാണ്, എനിക്ക് കൂടുതൽ സ്നേഹമാണ്. അത് മാത്രമല്ല, അവ്വലു മൻ സല്ലമ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആദ്യമായിട്ട് മൗമൂമായി തുടർന്ന് നിസ്കരിച്ച ഏക മനുഷ്യനാരാണെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പൊന്നാര നബിയുടെ കൂടെ ജമാഅത്ത് നടത്താൻ ആദ്യമായിട്ട് ഈ മൗമൂമ് നിന്ന് കൊടുത്തത്. അപ്പൊ രണ്ട് കാരണങ്ങളായി. ഒന്ന്, ആദ്യമായിട്ട് ആണുങ്ങളിൽ നിന്ന് മൂമിനായ ആള്. രണ്ടാമത്തേത്, ആദ്യമായിട്ട് നബിയുടെ കൂടെ നിസ്കരിച്ച ആള്. മറ്റൊരു കാര്യം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഞാൻ നബിയാണെന്ന് പറയുമ്പോ ആർക്കും പലപ്പോഴും പലർക്കും ഒരു സംശയമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. മാ കല്ലംതു ഫിൽ ഇസ്ലാമി അഹദൻ ഇല്ലാ അബാ അലയ്യ വറാജഅൽ കലാമ ഇല്ലാ ഇബ്നു അബീ ഖുഹാഫ. ഞാൻ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യവുമായിട്ട് ആരെ അഭിമുഖീകരിക്കുന്നുവോ അവർക്കൊക്കെ ഒരു സംശയം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു കുറെ താമസിച്ച് ഇസ്ലാമിലേക്ക് വരാൻ. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ നബിയാണെന്ന് പറഞ്ഞപ്പോ ആദ്യം ഇസ്ലാമിലേക്ക് വരാൻ ആര് തയ്യാറായില്ല? ഉമർ തങ്ങൾ തയ്യാറല്ല. അങ്ങനുണ്ടോ? അതൊന്ന് പഠിക്കണം എന്ന് കരുതി മാറി നിന്നു. എല്ലാവരും അങ്ങനെ സംശയിച്ചുകൊണ്ട് മാറി നിന്നു. പിന്നീട് അവർ അന്വേഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നെങ്കിലും പഠിക്കാതെ പറഞ്ഞത് കേട്ട ഉടനെ തന്നെ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതെനിക്ക് വലിയ മഹത്വം, ഞാൻ അവരെ സ്നേഹിക്കാൻ ഒരു കാരണമാണ്. അബൂബക്കർ സിദ്ദീഖിനോട് ഞാൻ എന്തൊരു കാര്യം പറഞ്ഞാലും അത് അദ്ദേഹം സ്വീകരിക്കുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത സ്നേഹമാണ്. മറ്റൊരു കാര്യം, ഞാൻ ഇസ്ലാമിലേക്ക് ആരെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു സംശയം മനസ്സിൽ ബാക്കി നിന്നിരുന്നു. എന്നാൽ അബൂബക്കർ സിദ്ദീഖിന് അത്തരം ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ആ നിലയ്ക്ക് എന്റെ കൂടെ ആദ്യമായി നിസ്കരിച്ച ആളോ, ആദ്യമായിട്ട് എന്നെ കൊണ്ട് ഈമാൻ ഉൾക്കൊണ്ട ആളോ, ഞാൻ എന്ത് പറഞ്ഞാലും ആദ്യമായിട്ട് വിശ്വസിക്കുന്ന ആളോ, ഈ നിലക്കൊക്കെ അബൂബക്കർ സിദ്ദീഖിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവരെ മകളോടും എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അത് മാത്രമല്ല, ഖദീജ ബീവിയേക്കാൾ കൂടുതൽ ഇൽമുള്ള മഹതിയായിരുന്നു ആയിഷ ബീവി. അതുകൊണ്ടും എനിക്ക് അവരോട് വല്ലാത്ത സ്നേഹമായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തുകൊണ്ടെന്നറിയുമോ? ലം യകുൻ മിനൽ ഉമമി മിസ്ലു ആയിഷത ഫീ ഖിബിഹാ വ ഇൽമിഹാ വ ഫസാഹതിഹാ വ അഖ്ലിഹാ. ആയിഷ ബീവിയെ പോലെ ബുദ്ധിയുള്ള, ആയിഷ ബീവിയെ പോലെ മനപ്പാഠ ശേഷിയുള്ള, ആയിഷ ബീവിയെ പോലെ ഇൽമുള്ള ഒരാളും ലോകത്ത് എന്റെ ഭാര്യയായിട്ട് കടന്നു വന്നിട്ടില്ല എന്ന് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു അഹദൻ മിൻ നിസാഇഹി കമഹബ്ബതിഹി ഇയാഹാ. ആയിഷ ബീവിയെ സ്നേഹിച്ച പോലെ നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാളെയും അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിച്ചിട്ടില്ല. മിൻ ഫൗഖി സബഇ സമാവാത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാരണങ്ങൾ നമുക്ക് നാളെ പറയാം. ഇന്ന് ഞാൻ ചുരുക്കാൻ പോകുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആയിഷ ബീവിക്ക് അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 9 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. എന്നിട്ടോ മഹാനായിരിക്കുന്ന മുത്തുനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഖുർആൻ മനപ്പാഠമുള്ള 4 സഹാബി വനിതകളാണ് ഉണ്ടായിരുന്നത്. ഖുർആൻ 30 ജുസും മനപ്പാഠമുള്ള സഹാബി വനിതകളുള്ളതിൽ
കുട്ടി ആരായിരുന്നു എന്നറിയുമോ? ആയിഷ ായിരുന്നു. 4 മഹദികളാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നത്. ഹാഫിളാത്തുൽ ഖുർആൻ മനഃപ്പാഠമുള്ളവരെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് വർണ്ണിച്ചു പറഞ്ഞ 4 മഹദികളിൽ ഒന്നാമത്തെ മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബിബി ആയിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള പെണ്ണ്. രണ്ടാമത്തേത് ഹഫ്സ ബിബി റളിയല്ലാഹു തആല അൻഹയാണ്. മൂന്നാമത്തേത് ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയാണ്. നാലാമത്തേത് ഉമ്മു വറഖത്ത് റളിയല്ലാഹു തആല അൻഹയാണ്. ഈ 4 മഹദികൾക്കാണ് റസൂലുള്ളാഹിന്റെ കാലത്ത് ഖുർആൻ ഹൃദയസ്ഥമുണ്ടായിരുന്നത്, മനഃപ്പാഠമുണ്ടായിരുന്നത്. വെറും ഓതാൻ പഠിച്ചു എന്ന് മാത്രമല്ല, പിന്നെ അതിന്റെ തഫ്സീർ അടക്കം മനഃപ്പാഠമുണ്ടായിരുന്നു ഈ 4 മഹദികൾക്ക്. ഒരു മസ്അല പോയി ചോദിച്ചാൽ ഖുർആനിൽ ഏത് ആയത്തിലാണ് ആ മസ്അലയുള്ളതെന്ന് ചോദിച്ചാൽ ആ ആയത്ത് ഓതിയിട്ട് മസ്അല പറഞ്ഞു തരാൻ മാത്രം അറിവുള്ളവരായിരുന്നു ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള 9 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം മഹദി അവர்கள் ധാരാളം ഹദീസുകൾ ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ധാരാളം ഇൽമുകൾ ലോകത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദീനിന്റെ പകുതിയും ആയിഷയിൽ നിന്ന് പഠിച്ചോളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ദീനിന്റെ പകുതി മസ്അലകളും നിങ്ങൾ ആയിഷയോട് ചോദിച്ചു പഠിച്ചോളൂ. കാരണം ആയിഷ പണ്ഡിതയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പണ്ഡിത്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹദിയാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. ഖുർആൻ മനഃപ്പാഠമുള്ള മഹദികളിൽ ഖുർആനിന്റെ തഫ്സീർ, വ്യാഖ്യാനങ്ങൾ, അടുത്ത മസ്അലകൾ അടക്കം മനഃപ്പാഠമുള്ള 4 മഹദികളിൽ പ്രമുഖയാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. 9 കൊല്ലം നബിയുടെ കൂടെ ജീവിച്ചിട്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ 2210 ഹദീസുകൾ സനദൻ വ മത്നൻ മനഃപ്പാഠമാക്കി, അതിന്റെ പരമ്പര സഹിതം മനഃപ്പാഠമാക്കിയ മഹദിയാണ് ആയിഷ സിദ്ദീഖ. ആലോചിക്കണം പെങ്ങളെ, നമ്മുടെ ഭർത്താവിന്റെ കൂടെ നമ്മൾ 9 കൊല്ലല്ല, എത്ര കൊല്ലമായി ജീവിക്കുന്നു? ആ 2210 ഹദീസ് പോയിട്ട് ഒരു ഹദീസിന്റെ ഒരു ലഫ്ള് പോലും നമ്മുടെ ഭർത്താവിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. പഠിച്ച ഇൽമു അള്ളാഹുവിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ആയിഷയുടെ പ്രത്യേകത. എന്ന് റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയപ്പോൾ, ഇനി ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഭർത്താവിനോട് ആദ്യം നിങ്ങൾ എന്താ ചോദിക്കാറുള്ളത്? വെള്ളിയാഴ്ച വലിയൊരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് നമ്മുടെ ഭർത്താക്കന്മാർ വരുന്നത്, തിരിച്ചു വരുന്നത്. ആ വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ആദ്യമായിട്ട് ഭർത്താവിനോട് ചോദിക്കുക? നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കല്ലോ? എന്താ ചോദിക്കുക? എന്താ ചോദിക്കുക? മീൻ വാങ്ങിക്കോന്ന, ചോറ് വെച്ചിക്കോന്ന, ചോറ് എടുക്കട്ടെ, ഇതൊന്നല്ല ചോദിക്കട്ടെ. ചോദിക്കേണ്ടത് അല്ല എനിക്ക് തരാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താ ചോദിക്കണ്ടേ? ഇന്ന് പള്ളിയിൽ നിന്ന് വരുമ്പോ എനിക്ക് തരാൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇൽമ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് ഇൽമ കൊണ്ടുവരാൻ ഓനിങ്ങ് കുത്തിരിക്കണ്ടേ? മൊയിലാർ എണീച്ചിക്കുമ്പോഴത്തേന് ഓണെണീച്ച് പാഞ്ഞിട്ടുണ്ടാവൂലേ അല്ലേ? ഇൽമ എനിക്ക് തരാൻ എന്തെങ്കിലും ഇൽമ കൊണ്ടുവന്നിട്ടുണ്ടോ? ആയിഷ ബിബി അങ്ങനെയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ നെറ്റിത്തടം വിയർക്കുന്നത് നോക്കി നിൽക്കും. അതെന്തിനാ? വിയർപ്പിന് തുടച്ചെടുക്കാനല്ല, അത് വേറെ മസല പറയുന്നുണ്ട്. നെറ്റിത്തടം വിയർക്കുന്നത് നോക്കി നിൽക്കുക ആയിഷ ബിബി. എന്തിനെന്നറിയോ? വഹി ഇറങ്ങുന്നത് അറിയാൻ. വഹി ഇറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ പൊടിയും. അപ്പൊ ആയിഷക്ക് തോന്നും, എനിക്കിപ്പോ ഇത് കഴിഞ്ഞ ഉടനെ എനിക്കൊരു പുതിയ ഇൽമ് കിട്ടും. അപ്പൊ ആ നെറ്റിത്തടത്തിലെ വിയർപ്പ് പൊടിയുന്നത് കണ്ടുകൊണ്ട് ആകാംക്ഷയോടെ നിൽക്കും. ഒരു വിദ്യാർത്ഥിനിയെ പോലെ ആ ആലസ്യം മാറുമ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കും, നബിയെ അല്ലിമിനി, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇപ്പോൾ ഇറങ്ങിയ ആയത്തിന്റെ അകമ്പൊരുളെന്ന് പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? അള്ളാന്റെ റസൂൽ ഓതിക്കൊടുക്കും, ആയിഷ ഇപ്പോൾ ഇറങ്ങിയ ആയത്ത് ഇതാണ്, അതിന്റെ വ്യാഖ്യാനം ഇതാണ്, അത് ഇറങ്ങാനുള്ള കാരണം ഇതാണ്. ആ സമയത്ത് തന്നെ ആയിഷ ബീവി തന്റെ
കയ്യിൽ കരുതിയ മുസഹഫിന്റെ ഉള്ളിലേക്ക് ഒരു പേരയെടുത്തുകൊണ്ട് കലമെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടിൽ നിന്ന് അടർന്നു വീണ ആ അനർഘമായ അറിവിന്റെ അക്ഷയകനികളെ കോറിയിടും. എന്നിട്ട് ആയിഷ ബീവി കാത്തു സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ട് തന്നെയാണ് ഇൽമിനെ ആ നിലക്ക് തന്റെ ഭർത്താവിൽ നിന്ന് കേട്ട് പഠിച്ചുകൊണ്ട് പണ്ഡിതയായതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തികളെ നിങ്ങൾ സ്വീകരിച്ചോളൂ, സത്രദീനിക്കും നിങ്ങളുടെ ദീനിന്റെ പകുതിയും നിങ്ങൾ സ്വീകരിക്കേണ്ടത് മിൻ ഹുമൈറ, എന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷയിൽ നിന്നാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മത്തികൾക്ക് പഠിക്കാൻ വേണ്ട ഇൽമു മുഴുവനും എങ്ങനെ ഒരു ഭാര്യ ഭർത്താവിന്റെ കൂടെ മണിയറയിലേക്ക് കടക്കുമ്പോ എന്തെല്ലാം സംസ്കാരങ്ങൾ സ്വീകരിക്കണമെന്ന് മതകീയമായി ചിന്തിക്കുന്നവരോട്, ആത്മബോധമുള്ളവരോട് അവർക്ക് പഠിക്കാനുള്ള അധ്യാപനങ്ങൾ മറ്റൊരു സഹാബിയിൽ നിന്നും പഠിക്കാൻ കഴിയില്ല. ആരിൽ നിന്നും മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയൂ? ഓറെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് കുളിക്കാൻ വേണ്ടി കുളിപ്പുറയിലേക്ക് അല്ലെങ്കിൽ കുളിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ഒരു പെണ്ണ് എന്തൊക്കെ കരുതലുകളാണ് കാത്തുവെക്കേണ്ടത് എന്ന് നമ്മളോട് ദീനിയായി പഠിപ്പിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ല, ഉമർ തങ്ങളും അല്ല, അബൂബക്കർ സിദ്ദീഖും അല്ല, ഒരു പുരുഷ സ്വഹാബിയുമല്ല. പിന്നെ ആരാണ്? ആയിഷ ബീവിയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നുണ്ട്, ഇന്ന് സമയമില്ല, ബാക്കി നമുക്ക് നാളെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വിഷയം തുടരുക, അല്ലെങ്കിൽ നാളത്തെ വിഷയം പറയാം. എന്തുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം കുറച്ചുണ്ട്. നാളെ മറ്റൊരു വിഷയമാണല്ലേ. ഇത് കുറെ നീണ്ട വിഷയമാണ്. ആയിഷാബിയുടെ നാളെ തുടക്കത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ വിഷയം വേറെ പറയാം. ഇതിന്റെ ആയിഷാബിയുടെ പേരിൽ ഖുർആൻ ഇറങ്ങാനുള്ള ചില കാരണങ്ങളുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഒരു 10-15 മിനിറ്റ് അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്നിപ്പോ തീരൂല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട എല്ലാ ഇൽമുകളും പഠിപ്പിച്ചത് ഒറ്റ ഒന്ന് ഞാൻ പറയട്ടെ. മഹാനായിരിക്കുന്ന ഒരു ഉദാഹരണം നോക്കൂ. ഒരിക്കൽ മഹാനായിരിക്കുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്താനന്തരം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഗുരുമുഖത്തേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവിയുടെ ഗുരുമുഖത്തേക്ക് കടന്നു വരികയാണ്. ആരെന്നറിയുമോ? മഹാനായിരിക്കുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു. സഹാബിയുടെ പേര് മറന്നുകൊണ്ടാ നമുക്ക് പഠിപ്പിച്ചൊരു മസല പറഞ്ഞുതരാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഒരു മസലയിൽ സംശയമുണ്ടായിട്ട് ആരടുക്കലേക്ക് വരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഖുദൂ സത്രദീനിക്കും മിൻ ഉമൈറ, നിങ്ങൾ ദീനിന്റെ പകുതിയും ആയിഷയിൽ നിന്ന് പഠിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സമ്മതം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിറഞ്ഞ പണ്ഡിതയാണ് ആയിഷ ബീവി. അതുകൊണ്ട് ആയിഷ ബീവിയുടെ അടുക്കലേക്ക് വരികയാണ്. ഏത് സഹാബിയോട് ചോദിച്ചിട്ടും മനസ്സിന് തൃപ്തിയുള്ള മറുപടി കിട്ടാതെയാണ് ആയിഷ ബീവിയെ സമീപിക്കുന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ ആയിഷ ബീവിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നില്ലേ, ഖദ ശഖ അലയ്യ ഇഖ്തിലാഫു അസ്ഹാബി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിലുള്ള ഭിന്നസ്വരങ്ങൾ എന്നെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നു. ഉമ്മുൽ മുഅ്മിനീൻ എന്താ പറയുന്നത്? സഹാബാക്കൾക്കിടയിലുള്ള ഭിന്നസ്വരങ്ങൾ. ഞാനൊരു മസല ചോദിച്ചു 3-4 ആളുകൾ നോക്കുമ്പോൾ 4 ആളും 4 വിധം മസലയാണ് പറഞ്ഞത്. എല്ലാവരും റസൂലുള്ളാഹിന്റെ സഹാബാക്കളാണ്. അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഓരോരുത്തരും കേട്ടതിൽ വന്ന പിഴവുകളാകാം, അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ വന്ന തെറ്റുകളാകാം. ലിഖിതപ്പെടുത്തി വെക്കലാണ് ഇൽമിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, എഴുതി വെക്കലാണ്. എന്നാൽ തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ എഴുതി കൊടുക്കാനുള്ള മാർഗങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ഇന്നലെ ഇവിടെ ബോർഡ് വെച്ചിരുന്നു, നാളെ മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ വെക്കാം. പക്ഷേ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് ലൈവായി നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കാനുള്ള സംവിധാനമുള്ളത് കൊണ്ട് അത്തരം അലമ്പുകളൊക്കെ നമ്മൾ അങ്ങ് ഒഴിവാക്കിയതാണ്. അല്ലാഹു തആല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ ഈ സദസ്സിനേക്കാൾ അപ്പുറം ആയിരങ്ങൾ ഇത് പുറം ലോകത്തിരുന്നു കൊണ്ട് കാണുന്നുണ്ട്. പെങ്ങളെ, നിങ്ങളുടെ മൊബൈലിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ ഈ പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഇന്ന് മുതൽ അത് നേരിട്ട് നമ്മൾ നെറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഉസ്താദ്, ബഹുമാനപ്പെട്ട അസീസ് യമാനി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് പുറം ലോകത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ വെൽഫെയറിന്റെ വയലുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരും റെക്കോർഡ് ചെയ്യുന്നും വേണ്ട, അവർക്ക് കിട്ടും. അത് അതിന്റെ സംവിധാനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങൾക്ക്. അതുകൊണ്ട് അതുകൊണ്ടാണ് കുറെ സൗകര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചത്. ഇവിടെ പറഞ്ഞു വരുന്നത് മഹാനായിരിക്കുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം
റസൂലുള്ള ഹയാത്തുള്ള കാലത്താണെങ്കിൽ നബിയോട് ചോദിച്ചാൽ ആ സംശയം തീരും. പക്ഷെ റസൂലുള്ള ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബാക്കളോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയുന്നു, ലഖദ് ശഖ്ഖ അലയ്യ, എനിക്ക് പ്രയാസമായി, എന്നെ അങ്കലാപ്പിലാക്കി ഇഖ്തിലാഫു അസ്ഹാബി റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളിലുള്ള ഭിന്ന സ്വരങ്ങൾ എന്നെ വല്ലാതെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നു. ഫി അംറിൻ, ഒരു മസ്അലയുടെ കാര്യത്തിൽ, ഇന്നി ലഅലമു അന്നസ്തഖ്ബിലകി, ആയിഷയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ആയിഷ, നിങ്ങളോട് ഈ വിഷയത്തിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ എനിക്ക് വല്ലാതെ വിഷമമുണ്ട്, ലജ്ജയുണ്ട്. എനിക്ക് ഇന്നി ലഅലമു, ഞാനൊരു വലിയ പ്രയാസത്തിലാണുള്ളത്, അന്നസ്തഖ്ബിലകി ബിഹി, ഈ കാര്യം നിങ്ങളോട് ചോദിക്കാൻ എന്നെ വല്ലാതെ മനസ്സ് പ്രയാസപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്റെ സംശയം തീരണമല്ലോ, എങ്ങനെ ചോദിക്കാതിരിക്കും? അതുകൊണ്ട് എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒരു ജാഹിലിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ യൻബഗി ലിൽ ജാഹിലി അൻ യസ്കുത അലാ ജഹ്ലിഹി, അറിവില്ലാത്തവർ അറിവില്ലാത്തത് ചോദിച്ചു പഠിക്കാതെ നടക്കൽ ശരിയല്ല. അറിവുള്ളവർ അറിവുള്ള കാര്യങ്ങൾ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതും ശരിയല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ സംശയം തീരണമല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യം തുടങ്ങുന്നത്. എന്നിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളോട് എങ്ങനെ ഞാൻ ചോദിക്കുക, എങ്ങനെ ചോദിക്കാതിരിക്കുക? സഹാബത്തിന്റെ അടുത്ത് നിന്ന് എനിക്ക് വേണ്ട ഒരു മറുപടി കിട്ടിയില്ല, എന്റെ മനസ്സ് തൃപ്തിയായില്ല, ഞാൻ എങ്ങനെ നിങ്ങളോട് ചോദിക്കും, എങ്ങനെ ചോദിക്കാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈമനസ്യം കാണിച്ചിട്ട് ലജ്ജ കൊണ്ട് ചോദിക്കാൻ മടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. അപ്പോ പൊന്നാര നബി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഖുദൂ ശത്ര ദീനിക്കും. ശത്രു എന്ന് പറഞ്ഞാൽ നേര് പകുതിന, നിങ്ങളുടെ ദീനിന്റെ നേര് പകുതിയും നിങ്ങൾ ചോദിച്ചു പഠിക്കേണ്ടത് ആയിഷ ബീവിയോടാണ് റളിയല്ലാഹു അൻഹ. അവ ചോദിക്കണം. എങ്ങനെ ചോദിക്കും? എങ്ങനെ ലജ്ജിച്ച് നിൽക്കുമ്പോ ആയിഷ ബീവി പറഞ്ഞു, മാഹുവ, എന്താണ് നിങ്ങളുടെ സംശയം? മാ കുന്ത സായിലൻ അൻ ഉമ്മക്കി ഉമ്മുക ഉമ്മക, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോടല്ലേ ചോദിക്കുന്നത്, എന്തിനാ മടിക്കുന്നത്? അല്ലേ? ആരാ? റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊക്കെ ലോക മുഅ്മിനീങ്ങളുടെ ഉമ്മയാണല്ലോ. ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ ഓതി കേൾപ്പിച്ചില്ലേ, സൂറത്തുൽ അഹ്സാബിന്റെ 6-ാമത്തെ വചനം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, നബിയാണ് മുഅ്മിനീങ്ങൾക്ക് ഏറെ കടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നബിയുടെ ഭാര്യമാരോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നബിയുടെ ഭാര്യമാരോ, അവരെ കുറിച്ച് പറയുന്ന നബിയുടെ ഭാര്യമാര് ലോക മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്, ഉമ്മമാരാണ്. അല്ലാഹു അവരെ കൂടെ മക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കാൻ നാളെ സ്വർഗത്തിൽ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നിങ്ങളുടെ ഉമ്മയോട് ചോദിക്കാൻ പറ്റാത്ത എന്തൊരു മസലയാണ് നിങ്ങൾക്കുള്ളത്, അതുകൊണ്ട് ഉമ്മയോട് ചോദിക്കുന്ന ധൈര്യത്തോടെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ മഹാനായിരിക്കുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണെന്നറിയുമോ? അർറജുലു യുസീബു അഹ്ലഹു. ചോദ്യമിതാണ്, ലേശൊരു വിഷമണ്ട ചോദ്യത്തിൽ, അതുകൊണ്ടാണ് പഠിച്ചത്. ഒരാള് തന്റെ ഭാര്യയുമായിട്ട് ഇണ ചേരുന്നു. ഇപ്പൊ നോമ്പിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഇണ ചേരുന്നു. രാത്രി കാലങ്ങളിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു, എന്താണ്? ഉഹില്ലത്തലക്കും ലൈലത്തു സിയാമി അർറഫസു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. പൂർവ്വകന്മാർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ഇളവ് നോമ്പിന് നമുക്ക് കിട്ടിയത്. സുബഹി മുതൽ വരെ നമുക്ക് അന്നപാനീയങ്ങൾ ഉപയോഗിക്കാം, ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടാം, ഒരു തെറ്റൂല. അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സുബഹി ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ സ്ഖലനമുണ്ടായില്ല. ഉദാഹരണത്തിന് പറയാം, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പുരുഷൻ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു, സ്ഖലിക്കുന്നതിന് മുമ്പ് അവസാനിപ്പിച്ചു. ഇന്ദ്രിയ സ്ഖലനം ഉണ്ടായില്ല, രണ്ടുപേർക്കും രതിമൂർച്ച ഉണ്ടായില്ല, അതിനു മുമ്പ് അവസാനിപ്പിച്ചു. വലം യൻസിൽ വലാ യൻസിലു, ഇൻസാൽ ഉണ്ടായില്ല, ഇന്ദ്രിയ സ്ഖലനം ഉണ്ടായില്ല. എന്നാൽ അവർക്ക് കുളി നിർബന്ധമുണ്ടോ എന്നാ ചോദ്യം. ഇത് പല സഹാബാക്കളോടും ചോദിച്ചിട്ട് വേണ്ട രൂപത്തിൽ ഒരു മറുപടി കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. ഇത് ആരാണ് സമൂഹത്തിന് പഠിപ്പിച്ചത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഇതിന്റെ മറുപടി ഒന്ന് പറഞ്ഞു തരണം. അയാള് ഭാര്യയുമായിട്ട് ഒരാള് ബന്ധപ്പെടുന്നു, പക്ഷെ ഇന്ദ്രിയം സ്ഖലിക്കുന്നതിന് മുമ്പ് അവസാനിപ്പിക്കേണ്ടി വരുന്നു. എന്തോ കാരണം കൊണ്ട്, നോമ്പിനായിക്കോണമെന്നൊന്നുമില്ല, നോമ്പിനാണ് സാധാരണ സംഭവിക്കാറുള്ളത്. ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുബഹി ബാങ്ക് കൊടുക്കുന്ന മൈക്ക് മുട്ട് നേട്ടാ പെട്ടെന്ന് നിർത്തേണ്ടി വരും, ഇല്ലെങ്കിൽ നോമ്പ് ഫസാദാവുമെന്ന് മാത്രമല്ല, അങ്ങനെ നോമ്പ് ഫസാദായാൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഒരടിമ എഴുത്തൊക്കെ ചെല്ലേണ്ടി വരും, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് അന്നം കൊടുക്കേണ്ടി വരും.
സ്വന്തം ഭാര്യയാണ് ഞാൻ നിക്കാഹിത പെണ്ണാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കളി അപകടകരമാണ്. പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ അവസാനിപ്പിച്ചാൽ പള്ളിയിൽ പോകാൻ കുളിക്കണോ? ഇന്ദ്രിയം പോയിട്ടില്ലല്ലോ. ഈ സംശയം സമൂഹത്തിൽ ബാക്കി നിൽക്കുകയാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയോട് ആയിഷാബിയോട് ചോദിക്കുകയാണ്, കുളിക്കേണ്ടതുണ്ടോ? ആയിഷാബി പറയുന്നു, എന്നാൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. കൃത്യമായിട്ടൊരു അധ്യാപിക പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. ആയിഷാബി പറയുന്നു, ഒരാണിന്റെ ലിംഗാഗ്രം ഒരു പെണ്ണിന്റെ യോനി മുഖത്തിൽ മറഞ്ഞു പോയാൽ അവിടെ ഇന്ദ്രിയം സ്ഖലിക്കണമെന്നില്ല. രണ്ടുപേർക്കും കുളി നിർബന്ധമാണെന്ന് ആയിഷ സിദ്ദീഖ. കുളി നിർബന്ധമാണ്, രണ്ടാളും കുളിക്കണം. ഫഖദ് വജബൽ ഗുസ്ൽ, കുളി നിർബന്ധമാകും. അപ്പോൾ ഇത് കേട്ടപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അൽഹംദുലില്ലാ വല്ലാഹി ലാ അസ്അലു അൻ ഹാദാ അഹദൻ ബഅദകി അബദാ. ഇനി ഒരാളോടും ഞാൻ ഈ മസ്അല ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം എനിക്കത് മനസ്സിലായിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലായിരിക്കുന്നു. അല്ലാഹു തആല ഈ നിലയ്ക്ക് ഇൽമു കൊണ്ട് സമ്പന്നയാക്കിയവരാണ് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹദിയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. 2210 ഹദീസുകളാണ് മഹദി അവറുകളാൽ നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചിരിക്കുന്നത്. അതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് പഠിച്ചതാണ്. മഹദി അവറുകൾ ഉപയോഗിക്കുന്ന മുസാഹിഫിന് സാധാരണ മുസാഹിഫിനേക്കാൾ 6 ഇരട്ടി വണ്ണം ഉണ്ടായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് 6 ഇരട്ടി വണ്ണം വെച്ചത് എന്ന് ചരിത്രം പറയുന്നത്, ഓരോ ആയത്തിന്റെയും വ്യാഖ്യാനം നബി പറയുന്ന രൂപത്തിൽ എഴുതി ആ ഖുർആനിൽ ചേർത്ത് വെച്ചത് കൊണ്ടാണ് ആ ഖുർആൻ അത്ര വലുതായത്. അത്ര വലിയൊരു മുസാഹിഫ് ആയിഷ ബീവിക്കുണ്ടായിരുന്നു. മുസഹഫ് ആയിഷ എന്ന ഒരു അധ്യായം തന്നെ ചരിത്രത്തിലുണ്ട്. പഠന വിധേയമാക്കേണ്ടതാണ്. നമ്മുടെ സമയം ശുഷ്കമായതുകൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് ആയിഷ ബീവിയുടെ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്ന 174 ഹദീസുകളാണ്. ബുഖാരിയിൽ മാത്രം 54 ഹദീസുകൾ, മുസ്ലിമിൽ മാത്രം 69 ഹദീസുകൾ. ഇങ്ങനെ സമഗ്രമായ പാണ്ഡിത്യം ലോകത്തിന് സമർപ്പിച്ചു എന്ന് മാത്രമല്ല, മദീനയിൽ ഇസ്ലാമിക വിധി, ഇസ്ലാമിന്റെ ഫത്വ നൽകാൻ അള്ളാഹുവിന്റെ റസൂൽ അധികാരപ്പെടുത്തിയ 7 സഹാബാക്കളിൽ ഒരൊറ്റ പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 ആണുങ്ങളും ഒരു പെണ്ണുമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെണ്ണാരായിരുന്നു? ആയിഷ ബീവിയായിരുന്നു. സബഅത്തുൻ ഖാമു ബിൽ ഫത്വ മിന സഹാബ, സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഫത്വ കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽ അധികാരപ്പെടുത്തിയ റഹ്മാനായ രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, വിവരങ്ങളായ രോഗം കൊണ്ട് നോമ്പെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും പരിചയക്കാരിലും സുഹൃത്തുക്കളിലുമുണ്ട്. എല്ലാവരുടെ സകല രോഗങ്ങളും നീ ശിഫയാക്കിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലെങ്കിലും നോമ്പെടുക്കാൻ ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്ത് നീ തിരിച്ചു നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹുവേ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുകൊണ്ട് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഈ സദസ്സിൽ സംബന്ധിച്ചവർ ആരൊക്കെയുണ്ടോ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗ പൂങ്കാവനത്തിന്റെ ഉടമകളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, നിന്റെ ഫിർദൗസാകുന്ന സ്വർഗത്തിൽ ഞങ്ങൾക്ക് സംഗമിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കളടക്കമുള്ള മുഴുവൻ ആളുകളുടെയും എല്ലാവിധ ദോഷങ്ങളും നീ പുറത്ത് ഞങ്ങളെയും അവരെയും നീ നരകത്തെ തൊട്ട് ഏറ്റുകാക്കണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ നീ മാറ്റി തരണേ റഹ്മാനെ. സന്തോഷം നൽകണേ അല്ലാഹ്. കടങ്ങൾ മുഴുവൻ നീ ഞങ്ങളിൽ നിന്ന് മോചിതമാക്കണേ റഹ്മാനെ. സകല കടബാധകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ സംരംഭങ്ങളൊക്കെ താമസമില്ലാതെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ സഹായം ചെയ്യണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ശരീരത്തിന് ശുദ്ധിയും ഈമാനും തന്നുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നീ ഓസാരമായിട്ട് തരണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم.